നമ്മൾ ഇനി നോക്കുന്നത് മറ്റേ സെക്കൻഡ് യൂണിറ്റിൻ്റെ തന്നെ കണ്ടിന്യൂവേഷനാണ്. സെക്കൻഡ് യൂണിറ്റിലെ സെക്കൻഡ് ചാപ്റ്ററാണ്. സോഷ്യോളജിയും സൈക്കോളജിയും തമ്മിലുള്ള റിലേഷൻ നോക്കുന്നത്. സോഷ്യോളജി ആൻഡ് ആന്ത്രോപോളജി നോക്കി. അടുത്ത ചാപ്റ്റർ സോഷ്യോളജി ആൻഡ് സൈക്കോളജിയാണ്. ഒന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ സോഷ്യോളജിയെ പറ്റി പറയാനാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് യൂണിറ്റ് തൊട്ടേ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാം. ഇതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വെച്ചാൽ സോഷ്യോളജി ആൻഡ് സൈക്കോളജി ഇത് ക്ലബ് ചെയ്തിട്ട് ഒരു പുതിയ കൺസെപ്റ്റ് ഉണ്ട്, സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട്. അതിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നതിനകത്ത്. ചിലപ്പോൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ് സോഷ്യൽ സൈക്കോളജി. എങ്കിലും ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് സോഷ്യോളജി എന്താണ് സൈക്കോളജി എന്താണെന്ന് സെപ്പറേറ്റ് ചെയ്ത് പറയേണ്ടി വരും. നേരത്തെ പറഞ്ഞ സോഷ്യോളജിയുടെ അതേ നിങ്ങൾക്ക് വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത്, ഈ ചാപ്റ്ററിൽ അതിന് റെപ്പറ്റീഷൻ വരുന്നുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ എല്ലാ പോയിന്റ്സ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അതിൽ നിന്ന് നമുക്ക് എടുത്ത് ഇങ്ങോട്ട് എഴുതാവുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ വീണ്ടും പറയണ്ടല്ലോ. അപ്പോൾ ഇവിടെ സോഷ്യോളജി എന്താണെന്ന് ചെറുതായിട്ടൊന്ന് പറഞ്ഞു, സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു പോവാം. സോഷ്യോളജി സ്റ്റഡി ഓഫ് സൊസൈറ്റി ആൻഡ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആണ്. കോംറ്റെ കോയിൻ ചെയ്ത ടേമാണ്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരൊക്കെ നിങ്ങൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഒരു കാര്യം ഓർക്കണം. നിങ്ങൾ ഇപ്പോൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ എഴുതുവാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മളിപ്പം ഒരു എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വാരി വലിച്ച് എഴുതുന്നതിനേക്കാളും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റുകൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുമ്പോൾ, ഇപ്പോൾ എക്സാമിനർ നോക്കുമ്പോൾ അവർക്ക് വേഗം കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പം നമ്മളൊരു സൈക്കോളജിസ്റ്റിൻ്റെ പേര് അല്ലെങ്കിൽ സോഷ്യോളജിസ്റ്റിൻ്റെ പേര്, ഫിലോസഫിക്കൽ തിങ്കറുടെ പേര് അല്ലെങ്കിൽ അവരുടെ കോട്ട്, അവരുടെ വേർഡ്സ് ഒക്കെ എഴുതിയിട്ട് അത് അണ്ടർലൈൻ ചെയ്യുമ്പം അവർ നോട്ട് ചെയ്യപ്പെടുവാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് അഡീഷണൽ ഒരു ആഡഡ് ബെനിഫിറ്റ് ആണ് അങ്ങനെ എഴുതുന്നത്. അപ്പം അങ്ങനെ എഴുതാൻ ശ്രമിക്കുക. നമ്മൾ നമ്മുടേതായ ഡെഫിനിഷൻ, ഇപ്പോൾ സോഷ്യോളജി എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളുടേതായ ഡെഫിനേഷൻ കൊടുക്കാതെ ഒരു പർട്ടിക്കുലർ തിങ്കർ, അദ്ദേഹം ഇപ്പം എമിലി ഡർക്കെയിം അല്ലെങ്കിൽ പോട്ടെ നമ്മുടെ കോംറ്റെ സോഷ്യോളജിയെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് നിങ്ങൾ എഴുതുവാണെങ്കിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വേർഡ്സ് തന്നെ എഴുതുവാണെങ്കിൽ അതൊക്കെ ഒരു ആഡഡ് ബെനിഫിറ്റ് ആണ്. അപ്പം ഇവിടെ അങ്ങനെ പഠിക്കാൻ ശ്രമിക്കുക. നിങ്ങളിപ്പം എല്ലാം നിങ്ങളുടെ തെറ്റല്ല, അതൊരിക്കലും തെറ്റല്ല, എങ്കിലും എന്താണ് ഇവരുടെയൊക്കെ വേർഡ്സ് എഴുതുമ്പോൾ നമുക്കതൊരു കുറച്ചുകൂടി മാർക്ക് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നോക്കാം, സോഷ്യോളജി എന്താണ്. കോംറ്റെ ആണ് ടേം കൊണ്ടുവന്നേക്കുന്നത്. അദ്ദേഹത്തിനെ ഫാദർ ഓഫ് സോഷ്യോളജി എന്ന് വിളിക്കുന്നു. സോഷ്യോളജി എന്താണെന്ന് അദ്ദേഹം പറഞ്ഞത് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആൻഡ് സൊസൈറ്റി, ഇതിനെ പറ്റിയുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത്. അപ്പം ഒരു സൊസൈറ്റി ഇത്രയേ ഉള്ളൂ. ഒരു സൊസൈറ്റി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരിക്കലും ഒരു സൊസൈറ്റിയിൽ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാനെന്ന് പറയുന്ന ഇൻഡിവിജ്വൽ എൻ്റെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ്, അല്ലെങ്കിൽ എൻ്റെ അനിയൻ, അങ്ങനെയുള്ള ആരെങ്കിലുമായിട്ടൊക്കെ എന്ത് ചെയ്യും, എപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടാവും. എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ്, ഇവരെല്ലാം എന്ത് ചെയ്യും, കണക്ട് ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെയാണ് സോഷ്യോളജി എന്ന് പറഞ്ഞ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ്, അതിനെപ്പറ്റിയുള്ള പഠനമാണ്. ഒരു പർട്ടിക്കുലർ ഹ്യൂമന് അവരുടെ ചുറ്റുമുള്ള മറ്റ് ആളുകളുമായിട്ട് എന്തൊക്കെ റിലേഷൻഷിപ്പ് ഉണ്ട്, അതാണ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്. ആ ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഉൾപ്പെടുന്ന ഒരു സമൂഹം, ആ സൊസൈറ്റിയെ പറ്റിയുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത് സോഷ്യോളജി എന്ന് പറയുന്നത്. സോഷ്യോളജി ബാക്കിയെല്ലാം നേരത്തെ പറഞ്ഞത് തന്നെ എഴുതിയാൽ മതി. സോഷ്യൽ ഗ്രൂപ്പ്, ഒരു പർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പ്, അവരുടെ ക്ലോസ് കോണ്ടാക്ട്, ആ ഒരു പർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ആരൊക്കെ ഉണ്ടാവും? ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടാകും, ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്ന മറ്റ് വ്യക്തികളുണ്ടാവും. ഞാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് എൻ്റെ സോഷ്യൽ സെൽഫ്. ആൻഡ് ഹൗ ഐ പ്ലേ ഇൻ എ സൊസൈറ്റി, ഒരു സൊസൈറ്റിയിൽ ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ എൻ്റെ സ്ഥാനം എന്താണെന്നതിന് ഞാൻ തിരിച്ചാ പറഞ്ഞത്. ഞാൻ എന്ന് പറയുന്ന വ്യക്തി, എൻ്റെ പേഴ്സണാലിറ്റി, അതാണ് എൻ്റെ ഇൻഡിവിജ്വൽ സെൽഫ്. ആൻഡ് സൊസൈറ്റിയിൽ ഞാൻ എന്താണ് ചെയ്യുന്നത്, സൊസൈറ്റിയിൽ എനിക്ക് എന്ത് സ്ഥാനമാണുള്ളത്, അതാണ് എൻ്റെ സോഷ്യൽ സെൽഫ്. അപ്പോൾ ഈ സോഷ്യൽ സെൽഫും ഇൻഡിവിജ്വൽ സെൽഫും ആൻഡ് അതർ ബീങ്സ്, മറ്റുള്ളവരുമായിട്ട് എന്ത് റിലേഷൻ വരുന്നു, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സോഷ്യോളജി സബ്ജക്റ്റിനകത്ത് പഠിക്കുന്നത്. ഇനി കോംറ്റെ സോഷ്യോളജിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സോഷ്യൽ സ്റ്റാറ്റിക് ആൻഡ് സോഷ്യൽ ഡൈനാമിക്. സോഷ്യൽ സ്റ്റാറ്റിക് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിക്കകത്ത്, അത് എല്ലാ കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും. ഒരു പർട്ടിക്കുലർ സൊസൈറ്റി എടുക്കുമ്പോൾ ആ സൊസൈറ്റിയിലുള്ള മറ്റു എന്തൊക്കെ പാർട്സ് വരാം, ഇപ്പം പല സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ വരാം. ഇപ്പോൾ റിലീജിയൻ ആവാം, ഫാമിലി ആവാം, സ്കൂൾ ആവാം. ഒരു ഫാമിലി ആ ഒരു പർട്ടിക്കുലർ ചൈൽഡിൽ എന്തുമാത്രം ഇൻഫ്ലുവൻസ് കൊടുക്കുന്നുണ്ട്, ആ കുട്ടി ആ ഒരു ഇൻഫ്ലുവൻസ് വെച്ചിട്ടായിരിക്കാം ബാക്കി എന്ത് ചെയ്യുന്നത്, അവൻ്റെ സ്കൂളിലെ പെർഫോമൻസ്. അപ്പം ഒരു സൊസൈറ്റിക്കകത്ത് ഓരോ പാർട്സും എങ്ങനെയൊക്കെ ഇന്റർ റിലേറ്റ് ചെയ്യുന്നു, അതാണ് ശരിക്കും സോഷ്യൽ സ്റ്റാറ്റിക്കിൽ പഠിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പം പറയുവാണെങ്കിൽ ഒരു റിലീജിയൻ ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഈ പർട്ടിക്കുലർ റിലീജിയൻ എന്ന് പറഞ്ഞ സാധനം ഞാനെന്ന് പറഞ്ഞ ഇൻഡിവിജ്വലിൽ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട്, ഞാൻ എൻ്റെ പെരുമാറ്റ രീതി, എൻ്റെ ബിഹേവിയറൽ പാറ്റേൺസ് പോലും ഒരുപക്ഷെ എന്തായിരിക്കും, റിലീജിയനുമായി ബന്ധപ്പെട്ടതായിരിക്കും. സ്കൂളിൽ എൻ്റെ പെർഫോമൻസ്, ഞാൻ എൻ്റെ പിയേഴ്സുമായിട്ട് ഇടപഴകുന്ന രീതി, ഇതെല്ലാം ഒരുപക്ഷെ എന്ത് ചെയ്യാം, എൻ്റെ റിലീജിയന് ഒരു പർട്ടിക്കുലർ പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും.
അപ്പോൾ അങ്ങനെ ഓരോ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ആ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിലോ എന്തുമാത്രം പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, എന്തുമാത്രം ഇൻഫ്ലുവൻസ് കൊടുക്കുന്നുണ്ട്, ഇതിനെയാണ് സോഷ്യൽ സ്റ്റാറ്റിക് പഠിക്കുന്നത്. ഓരോരുത്തരെ എങ്ങനെയൊക്കെ ഇന്റർ റിലേറ്റ് ചെയ്യുന്നു. ഇനി സോഷ്യൽ ഡൈനാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡൈനാമിക്സ് നമുക്കറിയാം മാറ്റം അല്ലെങ്കിൽ ചേഞ്ചിനെ പറ്റി പഠിക്കുന്നത്. ഇവിടെ നമ്മൾ ശരിക്കും നോക്കുന്നത് രണ്ട് സൊസൈറ്റി എടുക്കും, ആ സൊസൈറ്റിയെ പർട്ടിക്കുലർ ഹോൾ ആയിട്ട് എടുക്കും. എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സൊസൈറ്റി മൊത്തമായിട്ട് കണക്കാക്കും, അതിനെ കീറി മുറിച്ച് പല പാർട്സ് ആക്കി എടുക്കും. റിലീജിയൻ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, സ്കൂൾ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെ വേറെ വേറെ അല്ല, ഇതെല്ലാം കൂടെ ചേർത്ത് ഒറ്റ ഹോൾ സൊസൈറ്റി ആക്കി കണക്കാക്കിയിട്ട് ഈ സൊസൈറ്റി അതിൻ്റെ 2 പോയിന്റ് ഓഫ് ടൈം അല്ലെങ്കിൽ അതിൽ കൂടുതൽ പോയിന്റ് ഓഫ് ടൈം, ഇവ നോക്കുവാണെങ്കിൽ ഇന്ത്യൻ സൊസൈറ്റി ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്ന സമയത്ത്, ബ്രിട്ടീഷേഴ്സിന്റെ റൂൾ ഉണ്ടായിരുന്ന സമയത്ത്, ഇൻഡിപെൻഡൻസിന് ശേഷം, ഈ 2 സമയങ്ങളിൽ എങ്ങനെ പെരുമാറുന്നു, അതിന്റെ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ്, ഇതിനെ പറ്റിയുള്ള പഠനമാണ് സോഷ്യൽ ഡൈനാമിക്കിൽ വരുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ സൊസൈറ്റി എടുക്കുന്നു, അതേ സൊസൈറ്റി 2 പോയിന്റ് ഓഫ് ടൈമിൽ കമ്പയർ ചെയ്ത് പഠിക്കുക, ഇതാണ് സോഷ്യൽ ഡൈനാമിക്കിൽ പോകുന്നത്. ഇനി എമിലി ഡർഖെയിം, ഇത് ഞാൻ ഇത്രയും കോംപ്റ്റയുടെ ഒരു ഇത് വെച്ചിട്ട് പറഞ്ഞതാണ്. ഇനി എമിലി ഡർഖെയിം എന്താണ് സോഷ്യോളജി ഡിഫൈൻ ചെയ്യുന്നത് വെച്ചാൽ, സോഷ്യോളജി ഇസ് എ സ്റ്റഡി ഓഫ് സോഷ്യൽ ഫാക്ട്, സോഷ്യൽ ഫാക്റ്റുകളെ പറ്റിയുള്ള പഠനമാണ് സോഷ്യോളജി എന്നാണ് എമിലി ഡർഖെയിം പറയുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും കൂടെ എഴുതിയില്ലെങ്കിലും ഒരാൾ ഇപ്പോൾ കോംപ്റ്റെ പറഞ്ഞത് എന്താണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എഴുതാൻ പറ്റുമെങ്കിൽ അതാണ് നിങ്ങളുടെ സോഷ്യോളജിയുടെ നിങ്ങൾ കൊടുക്കുന്ന ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു ആൻസർ, അത്രയും മതി. നെക്സ്റ്റ് സൈക്കോളജിനെ എക്സ്പ്ലെയിൻ ചെയ്യുവാണെങ്കിൽ, സൈക്കോളജി എന്ന് പറഞ്ഞാൽ 2 ഗ്രീക്ക് വേർഡ്സ്, സൈക്കി ആൻഡ് ലോഗോസ്, ഈ 2 ഗ്രീക്ക് വേർഡ്സ് കൂട്ടിച്ചേർത്തെടുത്തതാണ് സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ്. സൈക്കി എന്ന് പറഞ്ഞാൽ സോൾ അല്ലെങ്കിൽ ബ്രെത്ത്, നമുക്ക് സോൾ എന്ന് എടുക്കാം. ലോഗോസ് മീൻസ് സ്റ്റഡി ഓഫ്, അപ്പോൾ സ്റ്റഡി ഓഫ് സോൾ എന്നതാണ് സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടുത്തെ സോൾ എന്ന് പറഞ്ഞാൽ ആത്മാവിനെ പറ്റിയുള്ള പഠനം എന്നല്ല, ഇന്നർ സെൽഫിനെ പറ്റിയുള്ള പഠനം, നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ നമ്മുടെ ആ ഉള്ളിൽ നമ്മളെ തന്നെ പഠിക്കുന്നതിനാണ് എന്ന് പറയുന്നത് സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി സൈക്കോളജി ഒരു ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിൻ, നേരത്തെ സോഷ്യോളജിയും ആന്ത്രോപോളജിയും ഒക്കെ മറ്റേ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ, ഇതിൻ്റെയൊക്കെ ശേഷം റിനൈസൻസ് വന്നപ്പോഴാണ് സോഷ്യൽ തിങ്കേഴ്സിന് ഒരു ഇൻഡിവിജ്വൽ ഐഡിയ ഡെവലപ്പ് ചെയ്യണമെന്ന് തോന്നിയത് എന്ന് അങ്ങനെയാണ് ഒരു ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിൻ ആയിട്ട് സോഷ്യോളജിയും ആന്ത്രോപോളജിയും വന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ സൈക്കോളജിക്ക് ഒരു ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റസ് കിട്ടുന്നത് ഒരു ജർമ്മൻ പ്രൊഫസർ ആയിരുന്ന വില്യം വോണ്ട്. അദ്ദേഹം 1879 ജർമ്മനിയിലെ ഒരു യൂണിവേഴ്സിറ്റി, ലെയ്പ്സിഗ് യൂണിവേഴ്സിറ്റിയിൽ ഒരു ലബോറട്ടറി തുടങ്ങിയപ്പോഴാണ്, ഒരു ലബോറട്ടറി തുറന്നപ്പോഴാണ് സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിനായിട്ട് ഡെവലപ്പ് ചെയ്ത് തുടങ്ങിയത്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? സൈക്കോളജി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് കോൺഷ്യസ്നെസ്, നമ്മുടെ ബോധം, അതിനെ പറ്റിയുള്ള പഠനത്തിനെയാണ് സൈക്കോളജി എന്ന് വിളിക്കുന്നത്. ഇനി ബാരൻ, അദ്ദേഹം സൈക്കോളജി ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സൈക്കോളജി ഈസ് സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്. നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരുടെയും ഡെഫിനേഷൻ ഒന്നും പഠിക്കണ്ട, എങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ഡെഫിനേഷൻ പഠിക്കാം. സൈക്കോളജി ബിഹേവിയർ, നമ്മുടെ പെരുമാറ്റ രീതിയെ പറ്റിയുള്ള പഠനം എന്നാണ് ബാരൻ പറയുന്നത്. എന്താണ് ശരിക്കും സൈക്കോളജിയിലെ സബ്ജക്റ്റ് ഓഫ് സ്റ്റഡി, അല്ലെങ്കിൽ എന്താണ് സൈക്കോളജിക്കകത്ത് നമ്മൾ പഠിക്കുന്നത്? സോഷ്യോളജിയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? സോഷ്യോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ സിസ്റ്റം, ഇപ്പോൾ ഫാമിലി, സോഷ്യൽ ഗ്രൂപ്പ്, നമ്മുടെ കൾച്ചർ, സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ, ഇതിനെ പറ്റിയുള്ള പഠനമാണ്. സൊസൈറ്റിക്കകത്ത് എന്തൊക്കെ പാർട്ടുകൾ, എന്തൊക്കെ ഇൻഡിവിജ്വൽ എലമെന്റ് വരുന്നുണ്ടോ ആ ഇൻഡിവിജ്വൽ എലമെന്റിനെ പറ്റിയുള്ള പഠനമാണ് സോഷ്യോളജി. സൈക്കോളജി എന്ന് വെച്ചാൽ എന്താണ് പഠിക്കുന്നത്? അപ്പോൾ സൈക്കോളജി എന്ന് വെച്ചാൽ പെർസെപ്ഷൻ, കൊഗ്നിഷൻ, ഇമോഷൻ, ഇത് 3ഉമാണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ പെർസെപ്ഷൻ, നമ്മൾ ഒരു വസ്തുവിനെ, ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് അയാളെ പറ്റി ഒരു ധാരണ ഉണ്ടാവും, അതാണ് പെർസെപ്ഷൻ. കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളെ എങ്ങനെ നമ്മൾ റിസീവ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വ്യക്തിയെ നമ്മൾ കണ്ടു, അയാളെ നമ്മൾ കൊടുക്കുന്ന ധാരണ, അല്ലെങ്കിൽ പിന്നീട് അയാളെ പറ്റി നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ, നമ്മൾ എങ്ങനെ ആ ഇൻഫോർമേഷൻ എങ്ങനെ റിസീവ് ചെയ്യുന്നു, അപ്പൊ അതിനെ പറ്റിയുള്ള പഠനമാണ് സൈക്കോളജി. മാത്രമല്ല ഇതൊക്കെ ഇപ്പോൾ ഞാനെന്ന വ്യക്തിയുടെ എൻ്റെ പെർസെപ്ഷൻ എന്താണ്, ഞാൻ വേറൊരാളെ കാണുമ്പോൾ എൻ്റെ പെർസെപ്ഷൻ എന്താണ്, എൻ്റെ കൊഗ്നിഷൻ എന്താണ്, അല്ലെങ്കിൽ എൻ്റെ ഇമോഷൻസ് എന്തൊക്കെയാണ്, ഇതേ സാധനങ്ങൾ, ഈ 3 സാധനങ്ങൾ മറ്റ് സോഷ്യൽ എൻവയോൺമെന്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തുന്നു, എന്തൊക്കെ കോൺസിക്വൻസ് ഉണ്ടാക്കുന്നു, ഇതിനെ പറ്റിയുള്ള പഠനമാണ് ശരിക്കും സൈക്കോളജി. അപ്പം സൈക്കോളജി എന്ന് പറഞ്ഞാൽ കൊഗ്നിഷൻ, ഇമോഷൻ ആൻഡ് പെർസെപ്ഷൻ ആൻഡ് ദ കോൺസിക്വൻസസ് മെയ്ഡ് ബൈ ദീസ് 3, ഇതാണ് എന്ത്? സൈക്കോളജി. ഇനി നമ്മൾ സൈക്കോളജിയും സോഷ്യോളജിയും തമ്മിലുള്ള ഇന്റർലിങ്ക്, ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇത് രണ്ടും സോഷ്യൽ സയൻസിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സബ്ജക്റ്റുകളാണ്, കോർ സബ്ജക്റ്റുകളാണ്. രണ്ടുപേരും 2 സാധനങ്ങളെയാണ് പഠിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, സോഷ്യോളജി എന്ന് വെച്ചാൽ എന്താണ്? ശരിക്കും ഒരു സൊസൈറ്റിയിലുള്ള
സാധനങ്ങൾ. ഇപ്പം നമ്മൾ എടുക്കുവാണെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ്, ഫ്രണ്ട്സ് അല്ലെങ്കിൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ കൾച്ചറുകൾ, അങ്ങനെയുള്ള സാധനങ്ങൾ പഠിക്കുന്നു. അതേസമയം സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ കാര്യങ്ങളാണ് പഠിക്കുന്നത്. ആണേ, ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നു എന്നല്ല, ഹ്യൂമൻ എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിനെ എടുക്കുന്നു, അവരെ ശരിക്കും അവരുടെ സ്വഭാവ രീതികൾ, ബിഹേവിയറൽ പാറ്റേൺ, അവരുടെ കൊഗ്നിഷൻ എന്താണ്, ഇമോഷൻ എന്താണ്, അങ്ങനെ പഠിക്കുന്നു. അപ്പോൾ ഇത് രണ്ടും രണ്ട് സബ്ജക്റ്റീവ് സ്റ്റഡി ആണെങ്കിൽ പോലും ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ആന്ത്രോപോളജിയുടെ കാര്യം പറഞ്ഞതുപോലെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ ഒരു സൊസൈറ്റിയിൽ ഉൾപ്പെടുന്ന ഒരാളാണ്, എന്നെ പോലെ നിങ്ങൾ എല്ലാവരും സൊസൈറ്റിയുടെ പാർട്ടാണ്. അപ്പം ഈ എന്നെയും സൊസൈറ്റിയെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫറൻഷിയേറ്റ് ചെയ്ത് പറയാൻ പറ്റില്ല. കാരണം ഒരു വ്യക്തിക്കും ഒരു സൊസൈറ്റിയിൽ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഇല്ല. നിങ്ങൾ സ്വയം നിലനിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ നിങ്ങൾ ഏൺ ചെയ്യുന്ന പേഴ്സൺ ആണ്, ഞാൻ ആരെ ഡിപ്പെൻഡ് ചെയ്തല്ല ജീവിക്കുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആയിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് ഒരിക്കലും പണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ ഫുഡിന് വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ നിങ്ങൾ ക്ലോത്തിങ്ങിന് നിങ്ങൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ എല്ലാ കാര്യങ്ങളും മനുഷ്യൻ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അങ്ങനെ നോക്കുമ്പം ഞാൻ എൻ്റെ സെൽഫ്, ഇൻഡിവിജ്വൽ സെൽഫ്, എൻ്റെ സൈക്കോളജി, എൻ്റെ സൊസൈറ്റി, അതായത് എൻ്റെ സോഷ്യോളജി ആയിട്ട് എന്ത് ചെയ്യുന്നു, റിലേറ്റ് ചെയ്തിരിക്കുന്നു. മനസ്സിലായോ? ഇതാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്, സൈക്കോളജി ആൻഡ് സോഷ്യോളജി സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇത് രണ്ടും ഹ്യൂമൻ ലൈഫിന്റെ രണ്ട് ഡിഫറെന്റ് ആസ്പെക്റ്റുകളെ പഠിക്കുന്നെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ഹ്യൂമൻ മൈൻഡ് എപ്പോഴും നമ്മുടെ സോഷ്യൽ കൾച്ചർ, കസ്റ്റം, നോംസ് ആൻഡ് വാല്യൂസിൽ ഡിപ്പെൻഡന്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. ഹിന്ദു എന്ന മതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ചിന്താഗതിയും ചിന്താരീതിയും എല്ലാം ചിലപ്പോൾ എന്തായിരിക്കാം, എന്താണോ എൻ്റെ റിലീജിയൻ പഠിപ്പിച്ചത് ആ രീതിയിലായിരിക്കാം. ഒരു ട്രൈബൽ സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഇപ്പം നമ്മളൊരു SC/ST കാറ്റഗറിയിൽ നിന്ന്, അല്ലെങ്കിൽ SC/ST കാറ്റഗറി എന്നുള്ള ട്രൈബൽ ഏരിയയിൽ നിന്ന് വരുന്ന ഒരു കുട്ടിക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടിയാൽ അവന്റെ ഇനിഷ്യൽ ഡേയ്സിൽ അവന് മറ്റുള്ള കുട്ടികളുമായിട്ട് ഇടപഴകുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം അവന് അതുവരെയുള്ള അവന്റെ ജീവിത രീതി, ലൈഫ് പാറ്റേൺ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. ഒരു സെക്ലൂഡഡ് ആയ ലൈഫ്, അല്ലെങ്കിൽ അവൻ ഒറ്റയ്ക്ക് ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടാവാം ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ, പെട്ടെന്ന് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ മറ്റുള്ളവർക്ക് ഈ കുട്ടിയെ നമ്മുടെ ഗ്രൂപ്പിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഇടയിലേക്ക് അംഗീകരിക്കുന്നതിന് പോലും എന്തുണ്ടാവാം, ബുദ്ധിമുട്ടുണ്ടാകാം, ആ ഒരു ട്രൈബൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നത് കൊണ്ട്. അങ്ങനെയാണ് ശരിക്കും. ഇപ്പം നമ്മൾ റിലീജിയന്റെ കേസിൽ പറഞ്ഞതുപോലെ, ഒരു പർട്ടിക്കുലർ റിലീജിയനിൽ പെടുന്ന ഒരാൾക്ക് അയാളുടെ ജീവിതം അല്ലെങ്കിൽ ജീവിതം അവസാനിക്കുന്നവരെയും മരണം വരെയും അയാൾ ചിലപ്പോൾ ചിന്താഗതികൾ പോലും ആ പർട്ടിക്കുലർ റിലീജിയനും ബന്ധപ്പെട്ടായിരിക്കാം. അങ്ങനെയാണ് ഒരാൾ ജീവിക്കുന്നത്. അപ്പൊ അയാളുടെ കൾച്ചർ, ഇപ്പം നമ്മുടെ വെസ്റ്റേൺ കൾച്ചർ, ഇപ്പൊ ഗ്ലോബലൈസേഷന് ശേഷം നമ്മൾ ഒരുപാട് വെസ്റ്റേൺ കൾച്ചറൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ എന്താണ്, വെസ്റ്റേൺ ക്ലോത്തിങ് അത്രയും പ്രിവലന്റ് അല്ല. എല്ലാവരും എന്ത് ചെയ്യുന്നില്ല, അതങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്, കുറെ പേരൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്തില്ല, നമ്മുടെ പഴയ തലമുറയിൽപ്പെട്ടവർക്ക് ചിലപ്പോൾ അംഗീകരിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. അതാണ് കൾച്ചറൽ ഡിഫറൻസ്, അല്ലെങ്കിൽ കൾച്ചറൽ അക്സെപ്റ്റൻസ് എന്ന് പറയുന്നത്. അവിടേക്ക് എന്ത് ചെയ്യാം, ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിലുള്ള സാധനങ്ങൾ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ കൊഗ്നിഷനെ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യും. അതാണ് ശരിക്കും സോഷ്യോളജി ആൻഡ് സൈക്കോളജിയുടെ റിലേഷൻ. സോഷ്യലൈസേഷൻ വഴിയാണ് ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യുന്നത്, സോഷ്യോളജി ആൻഡ് സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റുകൾ തമ്മിൽ ഇന്റർലിങ്ക് ഉണ്ടാവുന്നത്. ഇപ്പം ഒരു പർട്ടിക്കുലർ വ്യക്തി അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞ് എന്ത് ചെയ്യുന്നു, ആ കുഞ്ഞിന്റെ മരണം വരെയും സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഒരാൾ ജനിക്കുന്നു, അമ്മയുമായി ഇടപഴകുന്നു, അച്ഛനുമായി ഇടപഴകുന്നു, ഫാമിലി മെമ്പേഴ്സുമായിട്ടൊരു റിലേഷൻ വരുന്നു, അതിന് പിന്നീട് സ്കൂളിലേക്ക് പോകുന്നു, പുതിയ ഫ്രണ്ട്സിനെ കാണുന്നു, പിയർ ഗ്രൂപ്പ്, ടീച്ചേഴ്സ്, അതിന്റെ ചിന്താഗതികൾ മാറാം. ഈ ഒരു പ്രോസസ്സാണ് സോഷ്യലൈസേഷൻ. ഞാൻ ജനിച്ചു, സമൂഹവുമായി ഇങ്ങനെ ഇടപഴകുന്നു, ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നു, സമൂഹത്തിലെ ഒരു പാർട്ടായിട്ട് മാറുന്നു. അതാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻസ് എന്ത് ചെയ്യുന്നു, സ്പെസിഫിക് ബിഹേവിയർ പാറ്റേൺസ് പഠിക്കുന്ന, അവരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഫിസിക്കൽ എൻവയോൺമെന്റുമായി ബന്ധപ്പെട്ട ചില പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബിഹേവിയറൽ പാറ്റേണുകൾ പഠിക്കുന്ന ഒരു മെത്തേഡാണ് സോഷ്യലൈസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. സൈക്കോളജി നമ്മൾ നേരത്തെ പറഞ്ഞു, സൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താണ്, ഹ്യൂമൻ മൈൻഡ് അല്ലെങ്കിൽ അവരുടെ കൊഗ്നിഷൻ, ഇമോഷൻ, പെർസെപ്ഷൻ, അതുകൂടാതെ അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ബിഹേവിയർ, ഇതിനെ പറ്റിയുള്ള അവരുടെ ഹ്യൂമൻ വാല്യൂസ്, ഇതിനെ പറ്റിയുള്ള പഠനമാണ് സൈക്കോളജി എന്ന് ഉദ്ദേശിക്കുന്നത്. സൈക്കോളജി ഒരു ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഉണ്ടാവുന്നതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഒരു വലിയ ഭാഗം തന്നെ സൈക്കോളജിക്കുണ്ട്, ഒരു വലിയ ഇമ്പോർട്ടൻസ് സൈക്കോളജിക്കുണ്ട്. Psychology deals with the individual.
ആണേ സൈക്കോളജി എന്ത് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞത്. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ ഇമോഷൻ, പെർസെപ്ഷൻ, കോഗ്നിഷൻ. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ പറ്റിയുള്ള പഠനമാണ് സൈക്കോളജി. സോഷ്യോളജിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ആദ്യം നമ്മൾ നോക്കുമ്പോൾ എന്താണ് കോമൺ ഇൻട്രസ്റ്റ് ആണ് പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ആ സൊസൈറ്റിയിൽ എന്തുമാത്രം പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, അയാൾക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് സൊസൈറ്റിയിൽ ഉണ്ട് എന്നതിനെ പറ്റി തന്നെയാണ് സോഷ്യോളജിയും സൈക്കോളജിയും പഠിച്ചു തുടങ്ങുന്നത്. പക്ഷെ ഇവർ പഠിച്ചവരുടെ എൻഡ് പോയിന്റ് എത്തുന്നത് ഡിഫറെന്റ് ഏരിയയിലായിരിക്കാം. ഞാൻ പഠിക്കുന്നത് ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ഒരു പർട്ടിക്കുലർ റിലീജിയനുമായിട്ട് എന്തുമാത്രം റിലേഷൻ ഉണ്ടെന്നായിരിക്കാം ഞാൻ പഠിച്ചു തുടങ്ങുന്നത്. പക്ഷെ അവരുടെ എൻഡിങ് റിസൾട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന മെത്തേഡുകൾ സോഷ്യോളജിയിലും സൈക്കോളജിയിലും ഡിഫറെന്റ് ആയിരിക്കാം. എന്നാലും അവരുടെ കോമൺ ഇൻട്രസ്റ്റ് ഏരിയ കോമൺ ആയിരിക്കും. ഇതാണ് ഇവർ തമ്മിലുള്ള ഇന്റർലിങ്ക് എന്ന് പറയുന്നത്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. നമ്മൾ സോഷ്യോളജി ആൻഡ് സൈക്കോളജി ക്ലബ് ചെയ്തിട്ട് പഠിക്കുന്ന ടേമാണ് സോഷ്യൽ സൈക്കോളജി. ഇതിന്റെ ഡെവലപ്മെന്റ് നോക്കാം. ഇതും 19th സെഞ്ച്വറിയിലാണ് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്ട് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ നാച്ചുറൽ കോംറ്റെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞ കാര്യമാണ്. അതായത് നാച്ചുറൽ സയൻസിൽ ഉപയോഗിക്കുന്ന സയന്റിഫിക് മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സൊസൈറ്റിയെ പഠിക്കാനും പറ്റും. അതേ പറഞ്ഞില്ലേ, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായി കുറെ സയന്റിഫിക് ഇൻവെൻഷൻസ് ഒക്കെ ഉണ്ടായപ്പോഴത്തേക്കും അല്ലെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള പുതിയ മെത്തഡോളജികളൊക്കെ വന്നപ്പോഴത്തേക്കും എന്തുകൊണ്ട് ഇതേ സയന്റിഫിക് മെത്തേഡുകൾ സോഷ്യൽ സയൻസിൽ ഉപയോഗിച്ചുകൂടാ എന്നാണ് അന്ന് കോംറ്റെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണേ. ഓക്കെ, അതേപോലെ അതേ സയന്റിഫിക് മെത്തേഡ്സ് സൊസൈറ്റിയെ പഠിക്കാൻ അല്ലെങ്കിൽ സൊസൈറ്റിയെ പറ്റി പഠിക്കാൻ, സമൂഹത്തെ പറ്റി പഠിക്കാൻ എന്ത് ഉപയോഗിച്ചു, കോംറ്റെ പോലുള്ള പല സോഷ്യോളജിസ്റ്റുകളും ഉപയോഗിച്ചു. അങ്ങനെ വന്ന ഒരു പുതിയ കൺസെപ്റ്റാണ് സോഷ്യൽ സൈക്കോളജി. ഒബ്സർവ്ഡ് ഫിനോമിനാസ്, ടു എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ഫിനോമിനാസ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ ഫിനോമിനൻ, നമ്മൾ ഒരു പർട്ടിക്കുലർ സമൂഹത്തിൽ ഒരു പർട്ടിക്കുലർ സംഭവം നമ്മൾ കണ്ടു, ആ സംഭവങ്ങൾ നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കാൻ പോവാണ്. ആ സൊസൈറ്റിയെ പറ്റി ആയിരിക്കാം. ഇപ്പം നമ്മൾ ഒരു നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ പറയുകയാണെങ്കിൽ ഒരു റിലീജിയൻ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ്, ഇത് നമുക്ക് സയന്റിഫിക് മെത്തേഡുകൾ ഉപയോഗിച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന പോലെ എന്തെങ്കിലും കെമിക്കൽ ഉപയോഗിച്ച് എക്സ്പെരിമെന്റ് നടത്താം എന്നല്ല, പകരം എന്ത് ചെയ്യാം, അവർ ഉപയോഗിക്കുന്ന അതേ സയന്റിഫിക് മെത്തഡോളജികൾ ഉപയോഗിക്കാം. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സൊസൈറ്റിയിൽ നടക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ ഇവന്റ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് കോംറ്റെ പോലെയുള്ള സോഷ്യോളജിസ്റ്റുകൾ പറഞ്ഞത്. ഓക്കെ, സോഷ്യൽ സൈക്കോളജിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ആളുകളാണ് ഹെർബർട്ട് മീഡ്. ഇവരൊക്കെ സോഷ്യോളജിസ്റ്റുകളാണ്, എന്നാൽ സോഷ്യൽ സൈക്കോളജിയുടെ ഡെവലപ്മെന്റിൽ ഇവരൊക്കെ എന്ത് മേജർ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ആളുകളാണ്. ഹെർബർട്ട് മീഡ്, ജോർജ് സിമ്മൽ, ചാൾസ് ഹോട്ടൺ കൂലെ ഓർത്തു വെച്ചിരുന്നാൽ മതി, എർവിൻ ഗോഫ്മാൻ. ഓക്കെ, എന്തുകൊണ്ടാണ് സോഷ്യൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സോഷ്യൽ സൈക്കോളജിയെ പറ്റി പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൊസൈറ്റിയിൽ സൈക്കോളജിക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ സോഷ്യൽ ലൈഫ്, ആ സൊസൈറ്റിയിൽ ഉൾപ്പെടുന്ന സോഷ്യൽ ലൈഫുകൾ, അവരുടെ റൂൾസ്, ആ സോഷ്യൽ ലൈഫുകൾ എങ്ങനെയൊക്കെ നമുക്ക് ഇപ്പം നമ്മുടെ ഫാമിലി ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ സൊസൈറ്റിയിൽ എങ്ങനെയൊക്കെ പെരുമാറണം എന്ന് നമ്മൾ ഓൾറെഡി നമ്മൾ എങ്ങും എഴുതി വെച്ചിട്ടില്ലെങ്കിൽ പോലും നമുക്ക് എന്താണ് ഓറൽ ആയിട്ട് കുറച്ച് റൂളുകളുണ്ട്. ഇപ്പോൾ നമുക്കൊരു മുതിർന്ന ആൾ വന്നു, അപ്പം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഒരു കൾച്ചർ അനുസരിച്ച് നമ്മളൊന്ന് എഴുന്നേൽക്കും, അല്ലെങ്കിൽ അദ്ദേഹത്തെ കാണുമ്പോൾ ബഹുമാനിക്കും. ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു, എല്ലാവരും ഒന്ന് ചേനീച്ച് നിന്ന് ഗുഡ് മോർണിംഗ് പറയുന്നു. അപ്പം ഇതെങ്ങും എഴുതി വെക്കപ്പെട്ട റൂളുകളല്ല. പക്ഷെ എന്ത് ചെയ്യുന്നു, നമ്മൾ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ എന്ത് ചെയ്തു, അത് തുടർന്ന് പോരുന്നുണ്ട്. അങ്ങനെയുള്ള റൂളുകളെ പറ്റി പഠിക്കാൻ, അങ്ങനെയുള്ള റൂളുകൾ നമുക്ക് എന്ത് ചെയ്യാം, സമൂഹത്തിന്റെ ബെറ്റർമെന്റിന് വേണ്ടി ഉപയോഗിക്കാൻ ഇതൊക്കെ സോഷ്യൽ സൈക്കോളജി ഹെൽപ്പ് ചെയ്യും. സൊസൈറ്റിയെ പറ്റിയുള്ള പുതിയ നോളജുകൾ ഉണ്ടാക്കാൻ, ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ എടുക്കുമ്പോൾ അയാൾക്ക് സൊസൈറ്റിയിൽ എന്തുമാത്രം എന്തുമാത്രം സ്ഥാനമുണ്ടെന്ന് മനസ്സിലാക്കാൻ, ആ സൊസൈറ്റിയിൽ അതേ പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ എന്തുമാത്രം ഡെവലപ്മെന്റ് കൊടുക്കുന്നുണ്ട്, അദ്ദേഹത്തിനെ കൊണ്ട് എന്തുമാത്രം ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, സൊസൈറ്റിക്ക് അതേ ഇൻഡിവിജ്വൽ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇമ്പോർട്ടൻസ് സോഷ്യൽ സൈക്കോളജിയിൽ നിന്ന് പഠിക്കാൻ പറ്റും. സോഷ്യൽ സൈക്കോളജി എന്താണ്, റൂൾസ് പഠിക്കാം, ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അദ്ദേഹം ആ പർട്ടിക്കുലർ സൊസൈറ്റിയിൽ എന്തുമാത്രം ഡിപ്പെൻഡന്റ് ആണെന്ന് പഠിക്കാം, അയാളുടെ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അതേ സൊസൈറ്റിയുടെ ബെറ്റർമെന്റിന് വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഇങ്ങനെയുള്ള കുറെ ബെനിഫിറ്റ്സ് സോഷ്യൽ സൈക്കോളജി പഠിക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, ജെയിംസ് മാർക്ക് ബോൾഡ്വിൻ അദ്ദേഹം
സോഷ്യൽ സൈക്കോളജിയെ പറ്റി പറയുന്നത് സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഇൻ മെന്റൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന പുസ്തകത്തിലാണ്. സോഷ്യൽ സൈക്കോളജിയെ പറ്റിയിട്ട് ഒരു ബ്രീഫായി അല്ലെങ്കിൽ ഒരു ഐഡിയോളജി ബോൾഡ്വിൻ തന്നേക്കുന്ന അദ്ദേഹത്തിന്റെ പുസ്തകത്തിലൂടെയാണ്. ആ ബുക്കിന്റെ പേരാണ് സോഷ്യൽ ആൻഡ് എത്തിക്കൽ ഇന്റർപ്രിട്ടേഷൻ ഇൻ മെന്റൽ ഡെവലപ്മെന്റ്. ഈ ബുക്കുകളുടെയൊക്കെ പേര് ഓർത്ത് വെച്ചിട്ട് എസ് എഴുതുമ്പം സോഷ്യൽ സൈക്കോളജിയെ പറ്റി ഒരു മേജർ കോൺട്രിബ്യൂഷൻ നടത്തിയ വ്യക്തിയാണ് ബോൾഡ്വിൻ, അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേര് ഇതാണ് എന്നുള്ളത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി മാർക്കൊക്കെ കൂടുതൽ കിട്ടാനുള്ള ഒരു വഴിയുണ്ടത്. വില്യം മക്ഡൊഗൽ അദ്ദേഹം സോഷ്യൽ സൈക്കോളജി അദ്ദേഹം എഴുതിയ ബുക്കാണ് ആൻ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി. എഡ്വേർഡ് എ റോസ് എഴുതിയ ബുക്കാണ് സോഷ്യൽ സൈക്കോളജി. ഓക്കെ, സോഷ്യൽ സൈക്കോളജിയെ പറ്റി അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഇങ്ങനെയാണ്: സോഷ്യൽ സൈക്കോളജി ദാറ്റ് ഗേവ്സ് ഞാൻ അവിടെ ഒരു പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്. സോഷ്യൽ സൈക്കോളജി ദ സ്റ്റേറ്റസ് ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് സയന്റിഫിക് ഡിസിപ്ലിൻ. അവിടെ ഒരു തെറ്റ് പറ്റി പോയതാ, എനിക്കൊന്ന് ടൈപ്പ് ചെയ്ത് തന്നപ്പോൾ മിസ്റ്റേക്കാണ്. സോഷ്യൽ സൈക്കോളജിയെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ദ സ്റ്റേറ്റസ് ഓഫ് ആൻ ഇൻഡിപെൻഡന്റ് സയന്റിഫിക് ഡിസിപ്ലിൻ. സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് ഒരു സയന്റിഫിക് ഡിസിപ്ലിനെ പോലെ അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, അത്രത്തോളം ഇൻഡിപെൻഡൻസ് ഉണ്ടാകണം എന്ന് വാദിച്ച വ്യക്തിയായിരുന്നു എഡ്വേർഡ് എ റോസ്. അദ്ദേഹവും ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ്. അപ്പോൾ ഡെവലപ്മെന്റിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വില്യം വണ്ടിന്റെ 1879 ലബോറട്ടറി തൊട്ട് പിന്നീട് വന്ന കോൺട്രിബ്യൂഷനുകൾ, ഇവരുടെയൊക്കെ ബുക്കുകൾ ഏത് കാലഘട്ടത്തിലാണ്, എങ്ങനെയായിരുന്നു ഇതിന്റെ ഡെവലപ്മെന്റ്, ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതൊക്കെ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതണം. അതാണ് സോഷ്യൽ സൈക്കോളജിയുടെ. സോഷ്യൽ സൈക്കോളജിയെ പറ്റി ഒരു എസ്സേ ചോദിച്ചാൽ നിങ്ങൾ എഴുതേണ്ടി വരുന്നത്. ഇനി സോഷ്യൽ സൈക്കോളജിയുടെ ഡെഫിനിഷൻ എന്താണ് എന്ന് ചോദിച്ചാൽ സോഷ്യൽ സൈക്കോളജി ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം: കോൺസ്റ്റന്റ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻട്രാ ഇൻഡിവിജ്വൽ ആൻഡ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്. ഇൻട്രാ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ററും പറയും ഇൻട്രയും പറയും. ഇന്റർ എന്ന് പറഞ്ഞാൽ ഞാനും മറ്റൊരാളും, രണ്ടുപേര്, ഇവരുടെ ഇടയ്ക്കുള്ള കാര്യമാണ് ഇന്റർ. ഇൻട്രാ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ, എന്നിൽ തന്നെ. നമ്മൾ ഇൻട്രാസെൽ, ഇന്റർസെൽ എന്നൊക്കെ പഠിച്ചിട്ടില്ലേ ബയോളജിക്കകത്ത്? വേണ്ട. ഇൻട്രാസെൽ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സെല്ലിന്റെ അകത്ത്. ഇന്റർസെൽ എന്ന് പറഞ്ഞാൽ രണ്ട് സെല്ലുകൾ തമ്മിൽ. ഇന്റർസെൽ എന്ന് പറഞ്ഞാൽ രണ്ട് സെല്ലുകൾ തമ്മിലാണ് ഇന്റർസെൽ. ഇൻട്രാസെൽ ഒരു സെല്ലിന്റെ അകത്ത്. അതേപോലെ ഇൻട്രാ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ അദ്ദേഹം, ആ ഒരു പേഴ്സണാലിറ്റി, അയാളും അയാളുടെ സൊസൈറ്റിയും തമ്മിലുള്ള പഠനമാണ്. ശരിക്കും ഇത് തന്നെയാണ് എന്ത് പഠിക്കുന്നത്? സോഷ്യൽ സൈക്കോളജിക്കകത്ത് പഠിക്കുന്നത്. സോഷ്യൽ സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്ത് വരും? സോഷ്യോളജിയും വന്നു, സൈക്കോളജിയും വന്നു. അപ്പൊ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് നിങ്ങൾ കഠിനമായിട്ടൊന്നും എഴുതേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് പറയുമ്പോൾ തന്നെ അറിയാവുന്നതേ ഉള്ളൂ. സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞ ഒരു ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. ജസ്റ്റ് ഐഡിയ വെച്ചിട്ട് നമുക്ക് എഴുതാം. അപ്പൊ ഈ രണ്ട് സാധനങ്ങളും പരസ്പരം മ്യൂച്വലി എന്തുമാത്രം ഡിപ്പെൻഡന്റ് ആണ്, എങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു, ഇത് തമ്മിൽ എങ്ങനെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവുന്നു, എങ്ങനെയൊക്കെ പരസ്പരം പെരുമാറുന്നു, ഇതിനെ പറ്റിയുള്ള പഠനമാണ് ശരിക്കും സോഷ്യൽ സൈക്കോളജിക്ക് അത് നടക്കുന്നത്. സോഷ്യൽ സൈക്കോളജിയെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എങ്ങനെ? ഇന്റർഫേസ് ബിറ്റ്വീൻ ദീസ് ടു വിച്ച് ടു ഇൻട്രാ ഇൻഡിവിജ്വലും സോഷ്യൽ കോണ്ടെക്സ്റ്റും. ഇവർ തമ്മിലുള്ള ഇന്റർഫേസ്, അതായത് ഇന്ററാക്ഷൻ, അതിന്റെ നേച്ചർ, ഹ്യൂമൻ സോഷ്യൽ ബിഹേവിയറിൽ അതിനുണ്ടാവുന്ന കോസ് ഓഫ് ഹ്യൂമൻ സോഷ്യൽ ബിഹേവിയർ. ഇതാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിക്കുന്നത്. അപ്പൊ ഇത് തന്നെയാണ് സോഷ്യൽ സൈക്കോളജിയുടെ ഡെഫിനിഷൻ എന്ന് പറയാവുന്നത്. സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇൻഡെപ്തിൽ ഡിഫറെന്റ് സോഷ്യൽ ഇന്ററാക്ഷനെ ഇൻഡെപ്തിൽ പഠിക്കുന്നതിനെയാണ് സോഷ്യൽ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പർട്ടിക്കുലർ ഇപ്പം ഒരു റിലീജിയൻ, ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ട് എന്തുമാത്രം റിലേഷൻ ഉണ്ട്, ആസ് എ പേഴ്സൺ ഞാനും ഒരു ഫാമിലി എന്ന് പറയുന്ന സൊസൈറ്റിയിൽ പെടുന്ന പാർട്ടാണേ. അപ്പം ഇത് തമ്മിലുള്ള പഠനം, ഇവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഇൻഡെപ്തിൽ പഠിക്കുന്നതിനെയാണ് സോഷ്യൽ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതൊരു സയന്റിഫിക് ഫീൽഡായിട്ട് ഡെവലപ്പ് ചെയ്ത ആളുകളാണ് ബാരനും ബിർനെയും. ബാരൻ ആൻഡ് ബിർനെ ഡിഫൈൻ സോഷ്യൽ സൈക്കോളജി ആസ് എ സയന്റിഫിക് ഫീൽഡ്. ഇതൊരു സയന്റിഫിക് ഫീൽഡ് ആണെന്നാണ് അവർ രണ്ടുപേരും പറയുന്നത്. ബിക്കോസ് ഇതിനകത്ത് ഈ ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയറിന്റെ നേച്ചറും ഇൻഡിവിജ്വൽ ബിഹേവിയറിന്റെ കോസസും, അവരുടെ ഒരു പർട്ടിക്കുലർ പേഴ്സൺ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നതിനെ പറ്റി ഇൻഡെപ്തിൽ പഠിക്കാം. അതെങ്ങനെയാണ്, അതിന്റെ നേച്ചർ എന്താണ്, അതിന്റെ കോസസ്, അത് മൂലം ഉണ്ടാകുന്ന മറ്റു കാരണങ്ങൾ എന്തൊക്കെയാണ്. ഇതാണ് ശരിക്കും സോഷ്യൽ സൈക്കോളജി കൊണ്ട് പഠിക്കുന്നത്. ടു സം അപ്പ്, നമുക്കൊരു കൺക്ലൂഷൻ എന്ന നിലയ്ക്ക് നോക്കുവാണെങ്കിൽ സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ പേഴ്സന്റെ തോട്ട്, അയാളുടെ ചിന്ത, അയാളുടെ ഫീലിങ്സ്, അയാളുടെ ബിഹേവിയർ
ഇത് മൂന്നും ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ എങ്ങനെയൊക്കെ ഉണ്ടാകുന്നു, എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇതാണ് ശരിക്കും പഠിക്കുന്നത്. സൈക്കോളജി, കൊഗ്നിഷൻ, ഇമോഷൻ, വാല്യൂ, ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം പഠിക്കുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ സോഷ്യൽ കോണ്ടെക്സ്റ്റ് എടുക്കുവാണെങ്കിൽ ആ സോഷ്യൽ കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ പെടുന്ന ഒരാൾ അയാളുടെ ആ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന തോട്ടുകൾ എന്തൊക്കെയാണ്, അയാളുടെ ഫീലിങ്സ് എന്തൊക്കെയാണ്, അയാളുടെ ബിഹേവിയർ എന്താണ്, ഇതിന്റെ മൂന്നിന്റെയും പഠനമാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. ഇനി നോക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ്, നേരത്തെ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, അറിയാവുന്ന കാര്യം തന്നെ. സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ച് ആണ്. ഇന്റർ ഡിസിപ്ലിനറി, രണ്ട് ഡിസിപ്ലിൻസ്, സോഷ്യോളജി എന്ന് പറഞ്ഞ ഒരു ഡിസിപ്ലിനും സൈക്കോളജി എന്ന് പറഞ്ഞ മറ്റൊരു ഡിസിപ്ലിനും തമ്മിലുള്ള ഒരു ക്ലോസ് കോണ്ടാക്ട്, ഒരു റിലേഷൻ ആണ് സോഷ്യൽ സൈക്കോളജി. അത് തന്നെ നമുക്ക് ഈ ഒരു ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം സോഷ്യോളജി. ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സാം പേപ്പറിലൊക്കെ അങ്ങ് വരച്ച് വെക്കുക. കാരണം നിങ്ങൾ വാരി വലിച്ച് എഴുതിയാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ നോക്കത്തില്ല. കാരണം ഒന്നോ രണ്ടോ പേപ്പർ അല്ല അവർ നോക്കുന്നത്. അപ്പോൾ അവർ നമുക്ക് എന്ത് ചെയ്യണം, ഈ എക്സാമിനേഴ്സിന്റെ അറ്റൻഷൻ ക്യാച്ച് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ മെയിൻ ഉദ്ദേശം. നിങ്ങൾ എസ്സേ എഴുതുമ്പോൾ നിങ്ങൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഫിഗേഴ്സ്, സോഷ്യോളജിയിൽ നമുക്ക് സോഷ്യോളജി ചുമ്മാ എഴുതി വെക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല. സോഷ്യോളജിയിൽ ഇഷ്ടം പോലെ ഫിഗേഴ്സ് ആൻഡ് ഇങ്ങനെയുള്ള ഫ്ലോ ചാർട്ടുകളൊക്കെ ഇഷ്ടം പോലെ ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ ആഡ് ചെയ്യുക. അതിൻ്റെ ഒരു പ്രയോജനം എന്ന് വെച്ചാൽ വളരെ കുറച്ച് ഏരിയയിൽ നമുക്ക് കൂടുതൽ ഐഡിയ റെപ്രസെൻറ്റ് ചെയ്യാം. നിങ്ങൾ വാരി വെച്ച് എഴുതുന്നതിനേക്കാളും കൂടുതൽ ടീച്ചേഴ്സ് എന്ത് ചെയ്യും, അതൊക്കെ നോട്ട് ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക, നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് എക്സാം പേപ്പറിൽ കൂടുതൽ ഉപയോഗിക്കുക. അപ്പം ഇന്റർ ഡിസിപ്ലിനറി അപ്രോച്ചാണ് സോഷ്യൽ സൈക്കോളജി. സോഷ്യോളജി എന്ന് പറയുന്നതും സൈക്കോളജി എന്ന് പറഞ്ഞ രണ്ട് ഡിസിപ്ലിനുകൾ ഒന്നിച്ച് ചേർത്തെടുത്തതാണ്. ഇതാണ് ഇന്റർ ഡിസിപ്ലിനറി. ഈ ഒരു ഡെഫിനേഷൻ അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻ എടുത്ത് പറഞ്ഞേക്കുന്ന ഒരാളാണ് ആര്, ആൽപോർട്ട്. ആൽപോർട്ട് പറയുന്നത് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് സോഷ്യോളജിയുമാണ് സൈക്കോളജിയുമാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിലെ മേജർ വർക്ക് അല്ലെങ്കിൽ ഇതിനകത്ത് ഫീൽഡ് ഓഫ് സ്റ്റഡി എന്ന് പറഞ്ഞ സോഷ്യോളജിയുമായ സബ്ജക്റ്റും സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിലും ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ രണ്ടിൻ്റെയും ഡിപ്പെൻഡൻസ് ഉള്ളവ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒരു ഇന്റർ ഡിസിപ്ലിനറി നേച്ചർ ഉള്ളത്. ഒരു സോഷ്യൽ കോണ്ടെക്സ്റ്റിൽ ഒരു ഇൻഡിവിജ്വലിന്റെ പഠനമാണ്. ഒരു സൊസൈറ്റിയിൽ ഉള്ള ഒരാൾ, സൊസൈറ്റി വരുമ്പോഴത്തേക്ക് ഏത് സബ്ജക്റ്റ് വന്നു, സോഷ്യോളജി വന്നു. ഒരു വ്യക്തിയുടെ പഠനമായപ്പോൾ എന്ത് വന്നു, സൈക്കോളജി വന്നു. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഒരു സൊസൈറ്റിയിൽ ഒരു ഇൻഡിവിജ്വലിനെ പറ്റിയുള്ള പഠനമാണ് എന്തെന്ന് പറയുന്നത്, സോഷ്യൽ സൈക്കോളജി എന്ന് പറയുന്നത്. അവിടെ സോഷ്യൽ സൈക്കോളജിയുടെ സബ്ജക്ട് മാറ്റേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. മൈൻഡ്, സെൽഫ്, സൊസൈറ്റി, ഇതൊക്കെയാണ്. ഒരു മൈൻഡ്, സെൽഫ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽ ആയി. സൊസൈറ്റി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തായി, സോഷ്യോളജി വന്നു. ഇതാണ് സോഷ്യൽ സൈക്കോളജിക്കകത്ത് പഠിക്കുന്നത്. എടുത്ത് പറയണ്ടല്ലോ, ഇത് തന്നെയാണ് അതിന്റെ ഇന്റർ ഡിസിപ്ലിനേഷൻ എന്ന് പറഞ്ഞത്. ഇനി സോഷ്യൽ സൈക്കോളജി സബ്ജക്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ബുക്ക് സോഷ്യൽ സൈക്കോളജീനെ നമുക്ക് വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോഷ്യോളജിക്കൽ സോഷ്യൽ സൈക്കോളജി ആൻഡ് സൈക്കോളജിക്കൽ സോഷ്യൽ സൈക്കോളജി. അതായത് രണ്ട് ഡിസിപ്ലിൻ അല്ലേ, അപ്പൊ ആ ഡിസിപ്ലിൻ വെച്ചിട്ട് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. കൂടുതൽ സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻസ് വരുന്ന സബ്ജക്ട് വരുമ്പോഴത്തേക്കും സോഷ്യോളജിക്കൽ സോഷ്യൽ സൈക്കോളജിയിലേക്കും മൈൻഡ്, ഇൻഡിവിജ്വൽ, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സെൽഫ്, ഇതിനെ പറ്റിയുള്ള പഠനം സൊസൈറ്റിയെ പറ്റി തന്നെയാണ് പഠിക്കുന്നതെങ്കിലും എന്താണ് ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുമ്പോഴത്തേക്കും സൈക്കോളജിക്കൽ സോഷ്യൽ സൈക്കോളജി വരും. ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തന്നെ എഴുതാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഈ രണ്ട് ക്ലാസിഫിക്കേഷനുള്ള കാര്യം മറന്നു പോകരുത്. ഇനി ഇതിനകത്ത് വേറൊരു സാധനമാണ്, അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മറ്റൊരു കൺസെപ്റ്റാണ് കോഗ്നിറ്റീവ് സോഷ്യൽ സൈക്കോളജി, ഒരു സോഷ്യൽ കോഗ്നിഷൻ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഗ്നിഷൻ എന്താ, നമ്മൾ ഒരു പർട്ടിക്കുലർ പേഴ്സണെ റിസീവ്, ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിനെ, പർട്ടിക്കുലർ സംഭവത്തെ, ഫിനോമിനയെ, പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷനെ, എന്ത് തന്നെ ആയാലും അതിന് നമ്മൾ റിസീവ് ചെയ്യുന്ന രീതി എന്താണ്, അതാണ് നമ്മുടെ കോഗ്നിഷൻ. നമ്മളെ അണ്ടർസ്റ്റാൻഡിങ് എന്താണ്, അതാണ് കോഗ്നിഷൻ. അപ്പോൾ ഒരു ഹൗ ഇൻഫർമേഷൻ ഇസ് പ്രോസസ്ഡ് ആൻഡ് സ്റ്റോർഡ്. ഞാനൊരു സബ്ജക്റ്റ് പഠിക്കുക, ആ സബ്ജക്റ്റിനെ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കണ്ടന്റ് പഠിക്കുക, ആ കണ്ടന്റിനെ ഞാൻ എങ്ങനെ റിസീവ് ചെയ്യുന്നു, ഞാൻ അതിനെ എങ്ങനെ എൻ്റെ മനസ്സിൽ സ്റ്റോർ ചെയ്യുന്നു, ഇതിനെയാണ് കോഗ്നിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതേ സെയിം മെത്തേഡ് നമുക്ക് സോഷ്യൽ സൈക്കോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിൽ, ഈ ഒരു പർട്ടിക്കുലർ ഇപ്പം ഇന്ത്യൻ സൊസൈറ്റിയിൽ മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞൊരു വ്യക്തി ഉണ്ടാക്കിയ ഇമ്പോർട്ടൻസ്, അദ്ദേഹത്തിന്റെ എന്തുമാത്രം ആളുകൾ ഇന്നും മഹാത്മാഗാന്ധി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കുള്ള ഒരു സ്ഥാനം, അതിനെ പറ്റിയുള്ള പഠനം. അപ്പൊ അത് ഓരോരുത്തരുടെയും അവർ എങ്ങനെ റിസീവ് ചെയ്യുന്നു എന്നതിനെ പറ്റിയിട്ടിരിക്കും. എല്ലാവരും ആ സമയത്ത് അദ്ദേഹത്തിന് മഹാത്മാ ആയിട്ട് അല്ലെങ്കിൽ അദ്ദേഹം വളരെ ഒരു പ്രൊമിനന്റ് ഇൻഡിപെൻഡന്റ് ലീഡർ ആയിട്ടൊക്കെ നമ്മൾ കണക്കാക്കിയപ്പോൾ, നാഷണൽ ലീഡർ ആയിട്ടൊക്കെ നമ്മൾ കണക്കാക്കിയപ്പോൾ മറ്റൊരു വ്യക്തി അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അദ്ദേഹത്തിന് എന്താണ്, അദ്ദേഹം റിലീജിയനെ
അല്ലെങ്കിൽ പർട്ടിക്കുലർ റിലീജിയൻ എതിരാണെന്നും ഇന്ത്യ ഡിവൈഡ് ചെയ്യാൻ അദ്ദേഹമാണ് കാരണമെന്നും അങ്ങനെ 2 ഐഡിയോളജിയിൽ ആളുകൾ കണ്ടത്. അപ്പൊ അദ്ദേഹം ആ ഒരു പർട്ടിക്കുലർ ആളിനെ റിസീവ് ചെയ്ത രീതി വ്യത്യാസമായിരുന്നു. ഇത് തന്നെയാണ് കോഗ്നിഷൻ. ഇതിനെ പറ്റിയുള്ള പഠനമാണ് കോഗ്നിറ്റീവ് സോഷ്യൽ സൈക്കോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതില് ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളൊരു ഒരു സൈക്കോളജിസ്റ്റ് ആണ് തോയ്റ്റ്സ്. അദ്ദേഹം പറഞ്ഞത് നമ്മൾ എപ്പോഴും ഇൻഫോർമേഷൻ ഓരോ പ്രോട്ടോടൈപ്പുകളായിട്ടാണ് സ്വീകരിക്കുന്നത്. പ്രോട്ടോടൈപ്പ് എന്ന് പറയാൻ നമുക്കറിയാം, ഇപ്പം എന്താണ് ഒരു പർട്ടിക്കുലർ സയന്റിഫിക് ആയിട്ട് ഒരു ഇൻവെൻഷൻ നടത്തി, അതിന്റെ ആദ്യത്തെ ഒരു മോഡൽ, അതിനെയാണ് പ്രോട്ടോടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഇതേ സെയിം സൈക്കോളജിയിലേക്ക് അല്ലെങ്കിൽ സോഷ്യോളജിയിലേക്ക് വരുമ്പം ഒരാളെ പറ്റി ഒരു ഇൻഫോർമേഷൻ കിട്ടി, ആ ഇൻഫോർമേഷൻ റോ ആയിട്ട് എന്താണ് അതാണ് ഞാൻ റിസീവ് ചെയ്യുന്നത്. അത് തന്നെയാണ് പ്രോട്ടോടൈപ്പ്. ആ പ്രോട്ടോടൈപ്പുകളായിട്ടാണെങ്കിൽ എല്ലാ വ്യക്തികളും ഒരു സംഭവത്തിനെ കുറിച്ചോ ഒരു വ്യക്തിയെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചോ ഒരു ഇൻഫോർമേഷൻ കിട്ടിയാൽ അത് നമ്മൾ കിട്ടുന്ന ആദ്യത്തെ നമ്മൾ ഗോസിപ്പ് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ അതിന്റെ സത്യാവസ്ഥ ശരിക്കും അന്വേഷിക്കത്തില്ല. നമ്മൾ ഒരു പർട്ടിക്കുലർ ആളെ പറ്റി ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞു, നമ്മൾ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കാൻ പോകുന്നില്ലല്ലോ. പെട്ടെന്ന് എന്ത് ചെയ്യും, ഇങ്ങനെ അത് നടന്നോ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതേപോലെ മറ്റൊരാളിലേക്ക് പാസ് ചെയ്യും. അപ്പൊ ഇതാണ് ശരിക്കും ആ പ്രോട്ടോടൈപ്പ്. ഈ പ്രോട്ടോടൈപ്പുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോ ഇതിനെ പറ്റിയുള്ള ഇൻഫോർമേഷൻ നമ്മൾ സ്വീകരിക്കുന്നത്. ഇത് തന്നെയാണ് തോയ്റ്റ്സും പറഞ്ഞിരിക്കുന്നത്. കോഗ്നിഷൻ എന്ന് പറഞ്ഞാൽ സോഷ്യൽ ആണ്. കാരണം എക്സ്പീരിയൻസ് ആൻഡ് ബയസ് കോൺസിക്വൻസസ്. ഈ ഒരു എന്താണ് നമുക്ക് കിട്ടിയ ഇൻഫോർമേഷൻ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോ ഗോസിപ്പ് കേട്ടു, ശരിക്കും ഈ ഗോസിപ്പ് സത്യമായിരിക്കത്തില്ല, എങ്കിലും നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ അതിനെ അങ്ങ് റിസീവ് ചെയ്യും. നമ്മൾ അതിന്റെ ശരിക്കുള്ള ട്രൂത്ത്, അതിന്റെ ബിഹേവിയർ, അതിന്റെ ശരിക്കുള്ള എന്താണെന്ന് നമ്മൾ അന്വേഷിക്കാതെ നമ്മൾ അതിനെ റിസീവ് ചെയ്തു. ഇത് നമ്മൾ മറ്റൊരാളിലേക്ക് പാസ് ചെയ്തു. ഈ പാസ് ചെയ്ത് കഴിയുമ്പോൾ എന്തായിരിക്കാം, ഈ പാസ് ചെയ്ത ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പ്രോട്ടോടൈപ്പിനെ നമ്മൾ കോഗ്നൈസ് ചെയ്ത രീതിക്ക് എന്തായിരിക്കാം, ഒരു സോഷ്യൽ കോസ് ഉണ്ടായിരിക്കാം. അതിന് ചിലപ്പോൾ ഒരു ഫാമിലി മാനെ പറ്റിയാണ് നമ്മൾ ഒരു ഗോസിപ്പ് പറഞ്ഞുണ്ടാക്കുന്നത്. നമ്മളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു, ആ പ്രോട്ടോടൈപ്പ് സ്വീകരിച്ചു, അത് മറ്റൊരാളിലേക്ക് പാസ് ചെയ്തു. ഇത് അദ്ദേഹത്തിന്റെ വൈഫ് അറിയുമ്പോൾ എന്തായിരിക്കാം, ആ ഫാമിലിയിൽ പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അപ്പൊ എല്ലാം എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ ഇൻഫോർമേഷൻസിനും എന്തുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ പ്രോട്ടോടൈപ്സിനും എന്തുണ്ട്, അതിനൊരു കോൺസിക്വൻസ് ഉണ്ട്. ഇതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കോഗ്നിഷനുകളെല്ലാം സോഷ്യലി ഇമ്പോർട്ടന്റ് ആണെന്ന് തോയ്റ്റ്സ് പറയുന്നത്. മനസ്സിലായോ? സിമ്പിൾ ആയിട്ട് ഞാൻ ചുമ്മാ എക്സാമ്പിൾ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഈ എക്സാമ്പിൾ ഒന്നും പേപ്പറിൽ എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇനി സോഷ്യൽ സൈക്കോളജിയുടെ സ്കോപ്പ്, അതായത് സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻസ് എന്താന്ന് ചോദിച്ചാൽ ഈ പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. അതാണ് നിങ്ങൾ ശരിക്കും അറിയേണ്ടത്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ തന്നെയാണ് ഈ ഒരു ഇത്രയും വലിച്ചു വാരി എഴുതിയേക്കുന്നത്. സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബിഹേവിയറിന്റെ പഠനമാണ്. ഇതൊക്കെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വല് അയാളുടെ മൈൻഡും അല്ലെങ്കിൽ അയാളുടെ തോട്ട് പ്രോസസ്സും ആ സൊസൈറ്റിയുമായിട്ട് അല്ലെങ്കിൽ അയാൾ ഇടപഴകുന്ന ഗ്രൂപ്പുമായിട്ട് എന്തൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെങ്കിൽ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട് എന്ന് പഠിക്കുന്നതാണ് സോഷ്യൽ സൈക്കോളജി. നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ തന്നെ വീണ്ടും ഒരു എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ഈ 4 പോയിന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ഒരു ലാർജ് ഗ്രൂപ്പ് എടുത്തു. ഞാനിപ്പോൾ ഒരു സ്കൂളിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് എടുത്തു. ആ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിനകത്ത് നമ്മളിപ്പോൾ ഒരു ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടാവും. നമ്മളൊരു ഇൻട്രസ്റ്റ് അനുസരിച്ചായിരിക്കും നമ്മുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത്. പഠിക്കാൻ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഗ്രൂപ്പ്, അങ്ങനത്തെ ഒരു പഠിപ്പിസ്റ്റുകളുടെ ഗ്രൂപ്പ് എന്ന് നമ്മൾ പറയത്തില്ലേ, അങ്ങനെ കുറച്ച് ഗ്രൂപ്പ് ഓഫ് പിള്ളേരുണ്ടായിരിക്കാം. ഇനി അത് മാത്രം എന്താണ്, ക്ലാസ്സിലൊന്നും കയറാതെ ഉഴപ്പി നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേരുണ്ടായിരിക്കാം. അപ്പം നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് എപ്പോഴും നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിൽ തന്നെയും ആ ഗ്രൂപ്പിലുള്ള ഓരോ വ്യക്തിയും ആ ക്ലാസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, അയാളുടെ ഒരു പാർട്ട് പ്ലേ ചെയ്യുന്നുണ്ട്, അയാളുടെ ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്നുണ്ട്. അപ്പം അതിനെ പറ്റിയുള്ള പഠനം, ആ ഗ്രൂപ്പിനകത്ത് ആ വ്യക്തിക്ക് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ ഗ്രൂപ്പിൽ അയാൾ പ്ലേ ചെയ്യുന്ന പാട്ട്. ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് എടുത്താൽ ഒരു ഗ്രൂപ്പിൽ ഒരു ലീഡർ ഉണ്ടായിരിക്കാം. നമ്മളിപ്പം ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നമ്മളിപ്പോൾ ഒരിക്കലും ഇതാണ് ഈ ഗ്രൂപ്പിന്റെ ലീഡർ എന്ന് നമ്മൾ സീരിയലിലും സിനിമയിലും ഒക്കെ മാത്രമേ അങ്ങനെയൊക്കെ കാണാറുള്ളൂ. അല്ലാതെ നമ്മുടെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് നമ്മൾ ഇതാണ് നമ്മുടെ ഗ്രൂപ്പിന്റെ ലീഡർ എന്നൊന്നും പറഞ്ഞ ഒരാളെ നോട്ടിഫൈ ചെയ്യാറൊന്നുമില്ല. ശരിക്കും എന്താണ്, പക്ഷെ എന്നാലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തി അതിനകത്ത് ഉണ്ടാവും. ചിലരെന്തായിരിക്കും, അപ്പം അഭിപ്രായം പറയുന്നത് കൂടുതൽ അയാളായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ അഭിപ്രായത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടായിരിക്കും. ഇതെല്ലാം സൈലന്റ് ആയി കേൾക്കുന്ന ഒരാളുണ്ടായിരിക്കാം. അങ്ങനെയൊക്കെ ഒരു ഡിഫറെന്റ് ഐഡിയോളജിയാണ് ഓരോ ഗ്രൂപ്പിലും. ഡിഫറെന്റ് ഐഡിയാസ് ഉള്ള ഡിഫറെന്റ് രീതിയിൽ പെരുമാറുന്ന കുട്ടികൾ എന്തായിരിക്കാം അതേ ഗ്രൂപ്പിൽ തന്നെ ഉണ്ടായിരിക്കാം. അപ്പം ഈ ഗ്രൂപ്പിലുള്ള മറ്റു വ്യക്തികളും ഒരു വ്യക്തിയും മറ്റു വ്യക്തികളുമായിട്ടുള്ള ബന്ധം, ഈ ഗ്രൂപ്പ് ഇതേ സെയിം ഗ്രൂപ്പ് ആ ഹോൾ ക്ലാസ്സിന് കൊടുക്കുന്ന എന്താണ്, അവർ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ കോൺട്രിബ്യൂഷൻ എന്താണ്, ഇതിനെ പറ്റിയുള്ള പഠനമാണ് ശരിക്കും സോഷ്യൽ സൈക്കോളജിയെ ഇമ്പോർട്ടൻ്റ് ആക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്.
ഇപ്പോൾ സോഷ്യൽ സൈക്കോളജി എന്താണ്? ഇമ്പാക്ട് ഓഫ് വൺ ഇൻഡിവിജ്വൽ ഓൺ അനദർ. ഒരു ഫാമിലി എടുത്താൽ അച്ഛൻ എന്ന വ്യക്തിക്ക് മക്കളിൽ എന്തുമാത്രം ഇൻഫ്ലുവൻസ് ഉണ്ട്, അല്ലെങ്കിൽ മക്കൾക്ക് അച്ഛനോട് എന്തുമാത്രം എന്താണ് ഇൻഫ്ലുവൻസ് ഉണ്ട് അല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് ഉണ്ട്. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ഇമ്പാക്ട് ഓഫ് എ ഗ്രൂപ്പ് ഓൺ ഇറ്റ്സ് ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്. ഫ്രണ്ട്സിന്റെ ഗ്രൂപ്പ് പറയുകയാണെങ്കിൽ ആ പർട്ടിക്കുലർ ലീഡർ എന്ന് പറയുന്ന ആൾ, അല്ലെങ്കിൽ പർട്ടിക്കുലർ ലീഡർ എന്ന് മാത്രമല്ല ഏതൊരു മെമ്പറിനെ എടുത്താലും അവർ പരസ്പരമുള്ള ബന്ധം, അവര് ആ ഹോൾ ക്ലാസ്സിന് കൊടുക്കുന്ന ബന്ധം, അപ്പം ഒരു പഠിക്കുന്ന എന്താണ് കുട്ടികളുള്ള ഒരു ഗ്രൂപ്പും ഉഴപ്പി നടക്കുന്ന കുട്ടികളുള്ള ഒരു ഗ്രൂപ്പും ഇവർ തമ്മിലുള്ള ബന്ധം, ഇതിന്റെ എല്ലാത്തിന്റെയും പഠനമാണ് ശരിക്കും എന്തെന്ന് സോഷ്യൽ സൈക്കോളജി. ഇമ്പാക്ട് ഓഫ് ഇൻഡിവിജ്വൽസ് ഓൺ ദ ഗ്രൂപ്പ് ഇൻ വിച്ച് ദേ പാർട്ടിസിപ്പേറ്റ്. അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പ്. ദ ഇമ്പാക്ട് ഓഫ് വൺ ഗ്രൂപ്പ് ഓൺ അനദർ. ഇത്രയേ ഉള്ളൂ. ഒരു ക്ലാസ് ഓർത്താൽ മതി. ഒരു പഠിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ, ഉഴപ്പി നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ, ഇവർ തമ്മിലുള്ള ബന്ധം, ഇവർ ക്ലാസ്സുമായുള്ള ബന്ധം, ഇവർ ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ബന്ധം. ഇത്രയേ ഉള്ളൂ സോഷ്യൽ സൈക്കോളജിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു വെക്കുന്നെങ്കിലും നമ്മളിപ്പോൾ വേഗം ഓർക്കാൻ വേണ്ടി നമ്മൾ ക്ലാസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ ഒരു ഹോൾ സൊസൈറ്റി എടുത്ത് പഠിക്കുവാണെങ്കിൽ ഈ സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിന് ഭയങ്കരമായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മളൊരു ചെറിയ റെപ്രസെൻറ്റേഷന് വേണ്ടി മാത്രമാണ് ക്ലാസ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള ഈ ഒരു റിലേഷൻ, ഇതിനാണ് റെസിപ്രോക്കൽ റിലേഷൻ. നമ്മൾ മാത്സിൽ റെസിപ്രോക്കൽ പഠിക്കില്ലേ? താഴെ കിടക്കുന്ന സാധനത്തിന് എടുത്ത് ഡിനോമിനേറ്ററിനെ എടുത്ത് എന്ത് ചെയ്യുക, ന്യൂമറേറ്റർ ആക്കി മുകളിൽ എഴുതുക. അതാണ് ഇവിടെ റെസിപ്രോക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമുള്ള ബന്ധം എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സ് തമ്മിൽ ആ ഗ്രൂപ്പ് സൊസൈറ്റിക്ക് കൊടുക്കുന്നത്, ആ സൊസൈറ്റി ഗ്രൂപ്പിന് കൊടുക്കുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള റിലേഷനാണ് റെസിപ്രോക്കൽ റിലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു ഇൻഡിവിജ്വലും അവരുടെ സോഷ്യൽ എൻവയോൺമെന്റുമായിട്ട് ഉണ്ട്, ഒരു റെസിപ്രോക്കൽ റിലേഷൻ ഉണ്ട്. ഇത് ആ കൾച്ചറുമായി ബന്ധപ്പെട്ടതായിരിക്കും. ഏതൊരു സൊസൈറ്റിയിലോ ഗ്രൂപ്പ് എടുത്താലും ആ സൊസൈറ്റിയിൽ അവിടുത്തെ കൾച്ചർ, ആ പർട്ടിക്കുലർ റീജിയനിലെ കൾച്ചറിന് വളരെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് ഇവിടെ കൾച്ചറിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ആ കൾച്ചറാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഗ്രൂപ്പിലുള്ള ഓരോ ആളുകളും എങ്ങനെ തിങ്ക് ചെയ്യുന്നു, എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്നത് ഡിറ്റർമൈൻ ചെയ്യുന്നത് അവിടുത്തെ കൾച്ചർ ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടുത്തെ കൾച്ചർ എന്താണെന്ന് പഠിക്കാനും സോഷ്യൽ സൈക്കോളജി വെച്ച് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? സിമ്പിൾ ആയിട്ട് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ഒരു എന്താണ് സമൂഹത്തിലെ അല്ലെങ്കിൽ ഒരു വെസ്റ്റേൺ കൺട്രി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗ്രൂപ്പ് ഓഫ് ആളുകൾ പെരുമാറുന്ന രീതി അല്ലെങ്കിൽ അവരുടെ കൾച്ചർ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് വെൻ കമ്പയർഡ് ടു ഇന്ത്യ. അപ്പം അവിടെ അടുത്തുള്ള ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് അല്ലെങ്കിൽ അവിടെ തന്നെ എന്തുണ്ടാവാം, ഒരു പഠിക്കുന്ന അല്ലെങ്കിൽ നല്ല ക്ലാസ്സിൽ ഹൈ പെർഫോമൻസ് കാണിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ഒരു പർട്ടിക്കുലർ ക്ലാസ് എടുക്കുകയാണെങ്കിൽ, പക്ഷെ അവിടുത്തെ ഉഴപ്പന്മാരെന്ന് പറയുമ്പോഴത്തേക്ക് എന്തായിരിക്കും, അവര് നമ്മുടെ ഉഴപ്പന്മാരെ പോലെ ആയിരിക്കത്തില്ല, അവർ വളരെ ഡിഫറെൻ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ അവർ ഈ രണ്ട് ഗ്രൂപ്പ് ഓഫ് ഉഴപ്പന്മാർ തമ്മിൽ എന്ത് ചെയ്യാം, വളരെ ഡിഫറെൻ്റ് ആയ ഒരു റിലേഷൻ ഉണ്ട്. അല്ലെങ്കിൽ ഡിഫറെൻ്റ് ഒരുപാട് നമുക്ക് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര വേരിയേഷൻ കാണിക്കും. കാരണം ഇത് കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം നമുക്ക് അങ്ങനെ പഠിക്കാൻ നോക്കുവാണെങ്കിൽ സോഷ്യൽ സൈക്കോളജി വെച്ചിട്ട് ഇന്റേണൽ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് പഠിക്കാൻ പറ്റും, കൾച്ചർ പഠിക്കാൻ പറ്റും. ഓക്കെ. അതുപോലെ സോഷ്യൽ സൈക്കോളജി നമ്മൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാം, ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വലിന്റെ ലൈഫ് കോഴ്സ് അനാലിസിസ്, അവരുടെ ജീവിത രീതി എന്താണെന്ന് പഠിക്കാം, അവരുടെ സോഷ്യലൈസേഷൻ മെത്തേഡ്, സോഷ്യലൈസേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു, സോഷ്യലൈസേഷൻ എന്താണെന്ന് പഠിക്കാം, അവരുടെ സോഷ്യൽ നെറ്റ്വർക്കുകൾ, അവർക്ക് ചുറ്റുമുള്ള മറ്റ് റിലേഷൻ, മറ്റ് ബന്ധങ്ങൾ, ഈ ഗ്രൂപ്പ് ഓഫ് ഉഴപ്പന്മാർ, ചുമ്മാ ക്ലാസ്സിൽ കയറുന്നില്ല, അവർ ക്ലാസ്സിന് ചുറ്റുമൊക്കെ കറങ്ങി നടക്കുകയാണ് എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത ആളുകളാണ്. എന്ത് ചെയ്യുന്നില്ല, അവർ നമുക്ക് എന്താണ് സമൂഹത്തിന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഈ ഗ്രൂപ്പ് ഓഫ് ഉഴപ്പന്മാര് ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് വെച്ചോ, അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സോഷ്യൽ നെറ്റ്വർക്കുകൾ ഡിഫറെൻ്റ് ആണ്. ചുമ്മാ കറങ്ങി നടക്കുന്ന ഉഴപ്പന്മാരാണെങ്കിൽ നമുക്കോ നമ്മുടെ ക്ലാസ്സിനോ നമ്മുടെ സമൂഹത്തിലുള്ള മറ്റുള്ളവർക്കോ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഈ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് അഡിക്റ്റ് ആണ് ഈ ഉഴപ്പന്മാര്, അങ്ങനെ വിചാരിക്കാം. ഞാൻ ഉഴപ്പന്മാരെല്ലാവരും ഡ്രഗ് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞതല്ല, എന്താണ് ഡ്രഗ്, അപ്പൊ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് എടുക്കുക. ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേര്, ഉഴപ്പന്മാരെന്ന് പറയണ്ട, വിട്ടേരോ ഉഴപ്പന്മാർ പോട്ടെ, ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേരുണ്ടായിരുന്നു, ഇവരെല്ലാം എന്താണ് ഡ്രഗ് അഡിക്റ്റ് ആണ്. ഈ ഡ്രഗ് അഡിക്റ്റ് ആയ പിള്ളേരാണെങ്കിൽ എന്ത് ചെയ്യും, അവർ സമൂഹത്തിനും നമ്മുടെ അല്ലെങ്കിൽ മറ്റുള്ളവർക്കും എല്ലാം എന്തായിരിക്കും, ഒരു ബുദ്ധിമുട്ടാണ്, ഒരു സോഷ്യൽ ഈവിലായിട്ട് നമുക്ക് ഈ ഡ്രഗ് അഡിക്ഷനെ കാണാൻ പറ്റും. അപ്പൊ അവരുടെ സോഷ്യൽ നെറ്റ്വർക്കുകൾ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ആ ഒരു വേരിയേഷൻ വരുന്നത്. അപ്പൊ സോഷ്യൽ നെറ്റ്വർക്കുകൾ പഠിക്കാൻ പറ്റും. ഗ്രൂപ്പ് ഡൈനാമിക്സ്, അവരുടെ ഗ്രൂപ്പിലുണ്ടാകുന്ന മറ്റു മാറ്റങ്ങൾ, അവരുടെ സ്റ്റീരിയോ ടൈപ്പിംഗ്. ഈ ഗ്രൂപ്പ് നമ്മളിപ്പോൾ ഈ എന്താണ് ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേരെ എടുക്കുവാണെങ്കിൽ ഈ ഗ്രൂപ്പ് ഓഫ് പിള്ളേരിൽ ചിലപ്പോൾ ഇച്ചിരി ഒരു ലോ ഇൻകം അല്ലെങ്കിൽ അണ്ടർ പ്രിവിലേജ്ഡ് ഏരിയയിൽ നിന്ന് വരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പിള്ളേരുണ്ടെങ്കിൽ ആളുകൾ സ്റ്റീരിയോ ടൈപ്പ് കണക്കാക്കും, അവൻ അവിടെ നിന്ന് വരുന്നത് കൊണ്ടാണ് ഇങ്ങനെ കറങ്ങി നടക്കുന്നത്.
എന്നുവെച്ചാൽ ആ ഒരു ഏരിയ നമ്മൾ അങ്ങനെ കണക്കാക്കും. അപ്പൊ സ്റ്റീരിയോ ടൈപ്പിംഗ് ഒരുപാട് നടക്കും. അങ്ങനെയുള്ള സ്റ്റീരിയോ ടൈപ്പുകളെ പറ്റി, സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ, അറിഞ്ഞുവിടുന്നു. ഇപ്പൊ ഒരു പെൺകുട്ടി അവള് ബാബി ഡോൾ വെച്ചേ കളിക്കാവൂ, അല്ലെങ്കിൽ അവൾ എന്ത് ചെയ്യരുത്, അവൾ അനിയൻ ഉപയോഗിച്ച് അല്ലെങ്കിൽ അവളുടെ ബ്രദേഴ്സ് ഉപയോഗിച്ച് കളിച്ച് കളഞ്ഞ ടോയ്സ് വെച്ച് മാത്രമേ കളിക്കാവൂ. അല്ലെങ്കിൽ ഒരു ബോയോട് പറയാറ് നീ കരയാൻ പാടില്ല. സമൂഹത്തിൽ എന്താണ്, ബോയ്സ് കരയാൻ പാടില്ല. ഇതിനെയൊക്കെയാണ് സ്റ്റീരിയോ ടൈപ്പുകൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റീരിയോ ടൈപ്പുകൾ പഠിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. സോഷ്യൽ സ്റ്റിഗ്മകൾ പഠിക്കാൻ ഉപയോഗിക്കാം. സ്ട്രാറ്റിഫിക്കേഷൻ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, ഒരു പർട്ടിക്കുലർ സൊസൈറ്റി എടുക്കുകയാണെങ്കിൽ ആ സൊസൈറ്റിയിൽ ഇപ്പം നമ്മളിപ്പോൾ ക്ലാസ് സ്ട്രാറ്റിഫിക്കേഷനിൽ നമ്മൾക്ക് ഇപ്പൊ തന്നെ എന്തുണ്ട്, SC ST OBC OEC ഇങ്ങനെയുള്ള സ്ട്രാറ്റിഫിക്കേഷൻ പോകുന്നുള്ള സൊസൈറ്റിയിൽ. അല്ലെങ്കിൽ പണ്ടത്തെ വർണ്ണ സിസ്റ്റം എന്താ, ശൂദ്ര അല്ലെങ്കിൽ ശൂദ്ര വൈശ്യാസ് താഴെ ലെവലിലേക്ക് വരുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആ ഒരു സ്ട്രാറ്റിഫൈ ചെയ്ത് പഠിക്കാം. ഇങ്ങനെയുള്ള സ്ട്രാറ്റിഫിക്കേഷൻ പഠിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ശരിക്കും സോഷ്യൽ സൈക്കോളജിയുടെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അതിന്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു എന്താ സ്പെസിഫിക് ആയിട്ട് എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ആ ഒരു സൊസൈറ്റി എടുക്കുവാണെങ്കിൽ അവരുടെ ചൈൽഡ് റെയറിംഗ് പ്രാക്ടീസുകൾ എന്തൊക്കെയാണ്, ഇത് വേറെ സൊസൈറ്റിയുമായിട്ട് എന്തുമാത്രം ഡിഫറൻസ് ഉണ്ട്, ഇങ്ങനെ ഒരു ഇപ്പം അവരുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ അവരുടെ വേ ഓഫ് ക്ലോത്തിങ് എന്താണ്, ഇങ്ങനെയുള്ളത് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സൊസൈറ്റിയെ പറ്റിയുള്ള കംപ്ലീറ്റ് അനാലിസിസ്, കംപ്ലീറ്റ് സ്റ്റഡി നടത്താൻ സോഷ്യൽ സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഹെൽപ്പ് ചെയ്യുന്നു. അതൊക്കെ തന്നെയാണ് സോഷ്യൽ സൈക്കോളജിയുടെ സ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി സോഷ്യൽ സൈക്കോളജി സോഷ്യോളജിക്കൽ ടൂൾസ് ആണുള്ളത്. സോഷ്യോളജിക്കൽ ടൂൾസ് യൂസ്ഡ് ഇൻ സോഷ്യൽ സൈക്കോളജി എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. അത് നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ്, ഇത് C. Wright Mills എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ് ഇതിന് ഏറ്റവും കൂടുതൽ, ഈ ഒരു മെത്തേഡിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്ന ഒരാൾ. അദ്ദേഹം പറഞ്ഞത്, ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വ്യക്തിയെ എടുക്കുന്നു, അവരുടെ പാസ്റ്റ് റിലേഷൻസ്, അവരുടെ ഹിസ്റ്ററി, ഇതിനെപ്പറ്റി നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്നതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയത്തില്ല, നമ്മൾ ഒരാളെ പറ്റി പഠിക്കാൻ പോവാം, നമുക്ക് അയാളെ പറ്റി കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പൊ നമ്മൾ ആ ഒരു വ്യക്തിനെ ഫുൾ അനാലിസിസ് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, അയാളുടെ ഫുൾ ഹിസ്റ്ററി പഠിക്കണം നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ ഇമാജിനേഷൻ നടത്തണം. എന്നിട്ട് മാത്രമേ അയാളെ പറ്റി നമ്മൾ എന്ത് ചെയ്യാവൂ, ഒരു ജഡ്ജ്മെന്റ് നടത്താവൂ. അല്ലാതെ അയാളെ കണ്ടിട്ടാവൂ അയാൾ അങ്ങനെയാണ് എന്ന് പറയുകയല്ല, പകരം അയാളുടെ ഫുൾ ഹിസ്റ്ററി, അയാളുടെ ഫാമിലി പാസ്റ്റ് ഫുൾ എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കാനില്ല എന്നുണ്ടെങ്കിൽ സോഷ്യോളജിക്കലായിട്ട് ഇമാജിൻ ചെയ്യുക. ഇതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് C. Wright Mills പറയുന്നത്. എന്താണ്? ഹൗ ഇൻഡിവിജ്വൽസ് understand their own and others past in relation to history and social structure. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രൈബ്സിനെ പറ്റി പഠിക്കുക, അല്ലെങ്കിൽ ശൂദ്ര ഗ്രൂപ്പിനെ പറ്റി പഠിക്കാന്ന് വെച്ചു. നമുക്ക് വർണ്ണ സിസ്റ്റം വെച്ചിട്ട് ശൂദ്ര ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്തെന്ന് അറിയാലോ. അപ്പൊ ശൂദ്ര ഗ്രൂപ്പിനെ പറ്റി പഠിക്കാം. നമുക്കിപ്പം പണ്ടത്തെ നമുക്ക് ഇതിനെ പറ്റി നമ്മൾ ഇപ്പൊ പഠിക്കുന്നത് എങ്ങനെയായിരിക്കും, റെക്കോർഡുകൾ, എഴുതപ്പെട്ട റെക്കോർഡുകൾ വെച്ചായിരിക്കും പഠിക്കുന്നത്. എന്നാൽ ഈ റെക്കോർഡുകൾക്ക് അപ്പുറം ഹ്യൂമൻ എക്സ്പീരിയൻസ്, നേരിട്ട് നമുക്ക് ആളുകളെ പറ്റി ഇപ്പൊ അവരെ കാണാൻ പറ്റത്തില്ല, അവർ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ച് മരിച്ചുപോയ ആളുകളായിരിക്കാം. അപ്പൊ ഈ നമ്മൾ എഴുതപ്പെട്ടതും നമ്മൾ നേരിട്ട് നടത്തുന്ന എക്സ്പീരിയൻസ്, നമുക്ക് കിട്ടുന്ന എക്സ്പീരിയൻസ് തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഈ എക്സ്പീരിയൻസ് നമുക്ക് ഇനി എടുക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ വായിച്ചെടുത്ത റെക്കോർഡുകളിൽ നിന്ന് അവരിങ്ങനെ ആയിരിക്കാം, അവരുടെ ലൈഫ് സ്റ്റൈൽ ഇങ്ങനെ ആയിരിക്കാം, അവർ ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചിരുന്നത്, അവർക്ക് ഇത്രയൊക്കെ കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നു എന്നത് ഇമാജിൻ ചെയ്ത്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഹിസ്റ്ററിയെ പറ്റി നമ്മൾ കൊടുക്കുന്ന ഒരു നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ, ഇതിനെ പറ്റി മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ ഒരു പർട്ടിക്കുലർ പേഴ്സണെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അയാളുടെ അനാലിസിസ് കംപ്ലീറ്റ് ആവുന്നുള്ളൂ എന്നാണ് C. Wright Mills പറയുന്നത്. ഇതേ മെത്തേഡ് ഉപയോഗിക്കുവാണെങ്കിൽ ആ വ്യക്തിയുടെയോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സൊസൈറ്റിയുടെയോ കൾച്ചർ, അവരുടെ സ്ട്രക്ചർ, അതിന്റെ ഹിസ്റ്റോറിക്കൽ ഫാക്ടേഴ്സ് ഫുള്ള് നമുക്ക് പഠിക്കാൻ പറ്റും. ഇതാണ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ. നെക്സ്റ്റ്, സോഷ്യൽ നോംസ് ആൻഡ് വാല്യൂസ്. എന്താണ്? ഇതൊരു ടൂളാണ്, സോഷ്യോളജിക്കൽ ടൂളാണ്. സോഷ്യൽ നോംസ് എന്താണ്, സോഷ്യൽ വാല്യൂസ് എന്താണ്? സോഷ്യൽ നോംസ് എന്ന് പറഞ്ഞാൽ ബിഹേവിയറൽ ഗൈഡ് ലൈൻസ് ആണ്. ഒരാള് ഒരു പർട്ടിക്കുലർ പെൺകുട്ടി എടുക്കുകയാണ്, ഒരു പെൺകൊച്ചിനോട് നമ്മളൊന്നും പറഞ്ഞു കൊടുത്തെങ്കിൽ പോലും, അല്ലെങ്കിൽ അവളൊരു പ്രായത്തുമ്പോൾ അവളുടെ അമ്മ അവളോട് പറയും, നീ ഇങ്ങനെയൊക്കെയാണ് സൊസൈറ്റിയിൽ പെരുമാറേണ്ടത്, നീ നിന്റെ ശബ്ദം ഉയർത്താൻ പാടില്ല, നീ മറ്റുള്ളവരോട് സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കാൻ പാടില്ല, നീ മറ്റുള്ളവരെ നോക്കി ചിരിക്കാൻ പാടില്ല, നീ ക്ലാസ്സിൽ പോയാൽ ഇങ്ങനെ പെരുമാറണം, നീ ഇങ്ങനെ ഡ്രസ്സ് ചെയ്യണം. ഇങ്ങനെയൊക്കെയുള്ള ഒരു ബിഹേവിയറൽ രീതി എന്ത് ചെയ്യാം, തലമുറകളായിട്ട് പെൺകുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തു വരുന്നുണ്ട്. ഇത് പെൺകുട്ടികളെന്ന് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. നമ്മൾ ഫുൾ സൊസൈറ്റി എടുക്കുമ്പം ഓരോ വ്യക്തികളും ഒരു സൊസൈറ്റിയിൽ പ്ലേ ചെയ്യേണ്ട പാട്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതാണ് അവരുടെ ബിഹേവിയറൽ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് സൊസൈറ്റിയിൽ പെരുമാറേണ്ടത്.
ഇതിനെയാണ് സോഷ്യൽ നോംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി വാല്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീപ്ലി ഹെൽഡ് ഐഡിയൽസ് ആൻഡ് ബിലീഫ്സ് ആണ്. ഒരു വ്യക്തിയുടെ വാല്യൂ, എൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എൻ്റെ റിലീജിയനുമായിട്ടോ ഞാൻ ജീവിച്ചു വന്ന എൻ്റെ ജീവിത സാഹചര്യങ്ങളുമായിട്ടോ എൻ്റെ ഫാമിലി എന്തുമാത്രം, എൻ്റെ ഫാമിലിയുടെ അവർ തന്നേക്കുന്ന അല്ലെങ്കിൽ എൻ്റെ പാരൻസ് എനിക്ക് പകർന്നു തന്നേക്കുന്ന ഐഡിയാസ് വെച്ചിട്ടോ ആയിരിക്കാം. അപ്പൊ ഡീപ്ലി ഹെൽഡ്, എൻ്റെ കുഞ്ഞുനാൾ മുതലേ എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് സംഭവങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് വിശ്വസിക്കേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ഒരു തെറ്റ് ചെയ്താൽ ദൈവം എന്നെ ശിക്ഷിക്കും, ഇങ്ങനെ നമ്മൾ നമ്മുടെ മനസ്സിൽ എന്താണ് ഇങ്ങനെ ഒരു ആഴത്തിലൊരു ഐഡിയോളജി ഉണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ മനസ്സിൽ ഉൾപ്പെടുത്തിയേക്കുന്ന നമ്മുടെ ഐഡിയൽസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സോഷ്യൽ വാല്യൂസ് എന്ന് വിളിക്കുന്നത്. ഇത് തന്നെയാണ് സോഷ്യൽ നോംസ് ആൻഡ് സോഷ്യൽ വാല്യൂസ്. അടുത്തത് കൾച്ചർ. അറിയാലോ, കൾച്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, നമ്മൾ ജീവിച്ചു വരുന്ന രീതി, ഇതാണ് കൾച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ആൻഡ് ബിലീഫ്സ്. ഓരോ കൾച്ചറും ഒരു പർട്ടിക്കുലർ വേറൊരു കൾച്ചർ എടുക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പൊ ഈസ്റ്റേൺ കൾച്ചറും വെസ്റ്റേൺ കൾച്ചറും വളരെ ഡിഫറെൻ്റ് ആയിരുന്ന സാധനമാണ്. LPG റിഫോംസ്, അതായത് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷന് ശേഷമാണ് വേൾഡ് ആസ് എ ഹോൾ ഒരു പർട്ടിക്കുലർ സിംഗിൾ വില്ലേജ് ആയിട്ട് മാറിയതിനു ശേഷമാണ് ഇത് തമ്മിൽ വലിയ ഡിഫറൻസ് നമ്മൾ കാണാത്തത്. പക്ഷെ ശരിക്കും നമുക്കറിയാം എന്താണ് ഒരു കൾച്ചറൽ ഡിഫറൻസ്. നമ്മളിപ്പം എത്ര ഗ്ലോബലൈസേഷൻ വന്നാൽ പോലും കൾച്ചറൽ ഡിഫറൻസ് എക്സിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൾച്ചറൽ ഡിഫറൻസ് എന്ന് പറഞ്ഞ സത്യാവസ്ഥ തന്നെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ കൾച്ചറും മറ്റു കൾച്ചറിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. കൾച്ചറിൽ നമ്മൾ എങ്ങനെയൊക്കെ, അല്ലെങ്കിൽ കൾച്ചറിന്റെ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ സിമ്പിൾസ്, അവരുടെ ഇപ്പം നമ്മളെ ഒരു ഇപ്പൊ സിമ്പിൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ ക്രോസ് എന്ന് പറയുന്നത് കുരിശില്ലേ, കുരിശ് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സിമ്പിളാണ്. അപ്പൊ അങ്ങനെ ഒരു കൾച്ചറിന്റെ സിമ്പിൾ ചിലപ്പോൾ അവരുടെ റിലീജിയൻ ആവാം, അല്ലെങ്കിൽ അവരുടെ ജീവിത രീതിയാവാം, അല്ലെങ്കിൽ അവർ എൽഡേഴ്സിനോട് പെരുമാറുന്ന രീതിയാവാം. ഇതെല്ലാം എന്താണ്, നമ്മുടെ സിമ്പലുകളാണ്. അപ്പൊ ആ സിമ്പലിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ലാംഗ്വേജിലുള്ള ഡിഫറൻസ്, നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ വാല്യൂസ്, നമ്മുടെ വിശ്വാസങ്ങൾ, നമ്മുടെ സോഷ്യൽ നോംസ്, ഇതൊക്കെ എന്താണ് നമ്മുടെ കൾച്ചറിനെ ഡിനോട്ട് ചെയ്യുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ ബിഹേവിയർ, അവരുടെ വിശ്വാസങ്ങളാണ് ശരിക്കും എന്തെന്ന് വിളിക്കുന്നത്, കൾച്ചർ എന്ന് വിളിക്കുന്നത്. ഇനി റോൾസ് ആൻഡ് സ്റ്റേറ്റസ് നോക്കിയാൽ റോൾസ് എന്ന് പറഞ്ഞാൽ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ, ഇതെല്ലാം ഡെഫിനേഷൻ ഒരുപോലെ തന്നെ വരും. പക്ഷേ ഓരോ ഐറ്റം ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ റോൾസ് ആൻഡ് സ്റ്റേറ്റസ് ആയാലും വാല്യൂസ് ആൻഡ് നോംസ് ആയാലും എല്ലാം, കൾച്ചർ ആയാലും ഓരോന്നോരോന്ന് എന്താണ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. റോൾസ് ആൻഡ് സ്റ്റേറ്റസ് എടുക്കുവാണ്. റോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ പാറ്റേൺസ് ഓഫ് ബിഹേവിയർ, ഒരാളെ എങ്ങനെ പെരുമാറണം, നമ്മൾ സ്റ്റീരിയോടൈപ്പ് പറഞ്ഞ പോലെ അല്ലെങ്കിൽ ബിഹേവിയറൽ പാറ്റേൺ പറയുന്ന പോലെ തന്നെയാണ് ഒരാൾ എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ ഒരു റോള്, അച്ഛൻ ഒരു ഫാമിലിയിൽ പ്ലേ ചെയ്യുന്ന റോൾ, അച്ഛന് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അച്ഛൻ മക്കളെ ഇങ്ങനെ നോക്കണം, മക്കൾക്ക് ഫുഡ് കൊടുക്കണം, മക്കൾക്ക് സ്കൂളിംഗ് കൊടുക്കണം, ഇതെല്ലാം ആരാണ് ചെയ്യേണ്ടത്, അച്ഛൻ എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. ഇതാണ് അദ്ദേഹത്തിന്റെ റോള്. ഇനി അത് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ ആ പേഴ്സന്റെ സോഷ്യൽ സ്റ്റേറ്റസിനെ കാണിക്കുന്നു. ഇപ്പം അച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹം എന്താണ് പ്ലേ ചെയ്യുന്ന റോള്, അത് അയാളുടെ സോഷ്യൽ സ്റ്റേറ്റസിനെ കാണിക്കും. ഇത് റോള് കൃത്യമായി പ്ലേ ചെയ്യാത്ത അച്ഛന്മാർ എന്ത് ചെയ്യുന്നില്ല, സോഷ്യൽ സ്റ്റേറ്റസ് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റേറ്റസിനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല എന്ന് പറയാം. കാരണം എന്താ, ആ പർട്ടിക്കുലർ റോളിന് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും, അതിനതിൻ്റെതായ ബെനിഫിറ്റ്സും പ്രസ്റ്റീജും ഉണ്ടാവും. മനസ്സിലായോ? ഒരു പർട്ടിക്കുലർ ഇപ്പം അച്ഛൻ എടുക്കുവാണെങ്കിൽ അച്ഛൻ എന്ന് പറഞ്ഞൊരു വ്യക്തി എങ്ങനെയാണ് അദ്ദേഹം എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ റോള്. അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന ആ റോള് മൂലം അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്ന സാധനമാണ് അദ്ദേഹത്തിന്റെ സ്റ്റേറ്റസ്. എങ്ങനെയാണ് റോള് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോളിന് ഒരു പർട്ടിക്കുലർ റെസ്പോൺസിബിലിറ്റി, ബെനിഫിറ്റ്സ്, പ്രസ്റ്റീജ് ഉണ്ടാവും. ആസ് എ സ്റ്റുഡൻറ് നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടേതായ റോളുണ്ട്. സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റോളാണ്. അപ്പം അച്ഛനെന്ന് മാത്രമല്ല, ഡോട്ടർ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സൺ എന്ന് പറഞ്ഞതെല്ലാം നിങ്ങളുടെ റോളാണ്, നിങ്ങൾ പ്ലേ ചെയ്യുന്ന റോളാണ്. ആ റോൾ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സ്റ്റേറ്റസ് ഉണ്ടാവും. ഇപ്പം സ്റ്റുഡൻറ് എന്ന് പറയുന്നത് ആ റോളിൽ നിങ്ങൾക്കൊരു സ്റ്റേറ്റസ് ഉണ്ട്. ആ സ്റ്റേറ്റസ്, നിങ്ങളുടെ റോൾ എന്ന് പറഞ്ഞാൽ അവിടെ ശരിക്കും എന്താണ്, നിങ്ങൾ നന്നായി പഠിക്കുക, നന്നായി പെർഫോം ചെയ്യുക, നല്ല മാർക്ക് വാങ്ങിക്കുക, ഹയർ സ്റ്റഡീസിന് പോകാൻ പറ്റുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, അതുവഴി ഒരു ജോബ് കണ്ടെത്തുക. ഇതെല്ലാം നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പോഴാണ് ആ സ്റ്റേറ്റസ് കംപ്ലീറ്റ് ആവുന്നത്. അടുത്തതാണ് അടുത്ത സോഷ്യോളജിക്കൽ ടൂളാണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. സോഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ സാധനം തന്നെയാണ്, അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ഒരു കുഞ്ഞ് ജനിച്ച് മരിക്കുന്നത് വരെയും സോഷ്യലൈസേഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇപ്പം നമ്മൾ ജനിച്ചു, ആദ്യം അമ്മയായിട്ട് ഇടപഴകി, അല്ലെങ്കിൽ അമ്മയിൽ നിന്ന് നമുക്ക് കുറച്ച് പാഠങ്ങൾ കിട്ടി. നെക്സ്റ്റ് അച്ഛനുമായിട്ടൊരു ഇന്ററാക്ഷൻ. അപ്പൊ അച്ഛനിൽ നിന്ന് നമ്മൾ എങ്ങനെ സൊസൈറ്റിയിൽ എങ്ങനെ പെരുമാറണം, നമ്മുടെ എന്തൊക്കെയാണ്, നമ്മൾ ആരെയൊക്കെ റെസ്പെക്ട് ചെയ്യണം, നമ്മൾ എങ്ങനെയൊക്കെ പെർഫോം ചെയ്യണം എന്നതാണ് അച്ഛനിൽ നിന്ന് കിട്ടുന്ന പാഠം. സ്കൂളിലേക്ക് പോകുമ്പോൾ നമ്മുടെ പിയേഴ്സ്, നമ്മുടെ ടീച്ചേഴ്സ്, ഇവരെല്ലാം എന്ത് ചെയ്യും, നമുക്ക് ഓരോരോ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പുതിയ
പാഠങ്ങൾ തന്നുകൊണ്ടിരിക്കും. ഇതാണ് സോഷ്യലൈസേഷൻ പ്രോസസ്സ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതായാലും നമുക്ക് കിട്ടുന്നതായാലും എന്താണ്, ഈ ഒരു പർട്ടിക്കുലർ പാറ്റേൺ ആണ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇത് ഇത്രയുമാണ് സോഷ്യോളജിക്കൽ ടൂൾസ്. സോഷ്യോളജിക്കൽ ടൂൾസ് എന്ന് പറഞ്ഞേക്കുന്നത് അപ്പൊ ഏതൊക്കെയാണ്? സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, അതിൽ സി റൈറ്റ് മിൽസിന്റെ കാര്യം ആ പേര് മറക്കരുത്, സോഷ്യൽ നോംസ് ആൻഡ് വാല്യൂസ്, കൾച്ചർ, റോൾസ് ആൻഡ് സ്റ്റേറ്റസ്, സോഷ്യലൈസേഷൻ. ഇത് ഇത്രയുമാണ് സോഷ്യോളജിക്കൽ ടൂളുകൾ. ഇനി ഇത് സോഷ്യോളജിക്കൽ കൺസെപ്റ്റ് ആണ് യൂസ്ഡ് ഇൻ സോഷ്യൽ സൈക്കോളജി. ടൂൾ അല്ല, കൺസെപ്റ്റ്. ഇതിനകത്ത് ഇത്രയൊന്നുമില്ല. ഇതിനകത്ത് ഒരു സംഭവം പറയാനുള്ളത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പോകുന്ന ഇത്രയേ ഉള്ളൂ. സോഷ്യോളജിക്കൽ കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെയിൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ മിഡിൽ റേഞ്ച് തിയറിയാണ്. മിഡിൽ റേഞ്ച് തിയറി റോബർട്ട് കെ മെർട്ടൺ ആണ് തന്നേക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മാക്സ് വെബർ സോഷ്യോളജിയുടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റ് നമ്മൾ സോഷ്യൽ സൈക്കോളജിയിലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പേരാണ് വേർസ്റ്റെഹൻ. വേർസ്റ്റെഹൻ എന്ന് പറഞ്ഞാൽ ഒരു ജർമ്മൻ ടേം ആണ്, ഒരു ജർമ്മൻ വേർഡ് ആണ്. അതിന്റെ അർത്ഥം ടു അണ്ടർസ്റ്റാൻഡ് ഇൻ എ ഡീപ്പ് വേ, ശരിക്കും ആഴത്തിൽ മനസ്സിലാക്കുക അല്ലെങ്കിൽ ആഴത്തിൽ പഠിക്കുക എന്ന് പറയുന്ന ടേമാണ് വേർസ്റ്റെഹൻ. ഇത് സോഷ്യോളജിയിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോഷ്യോളജിക്കൽ കൺസെപ്റ്റ് അല്ല, നമ്മൾ എന്ത് കൺസെപ്റ്റ്, നമ്മളിപ്പം എന്ത് സോഷ്യൽ തിങ്കേഴ്സ് നമ്മൾ ഇന്ന ആൾ ഇന്നത് കൊണ്ടുവന്നു, ഇന്ന ആൾ ഇന്നതിനെ പറ്റി പഠിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കൺസെപ്റ്റിനെ പറ്റി ആഴത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ശ്രീനിവാസൊക്കെ ഈ എന്താ സാൻസ്ക്രിറ്റൈസേഷനെ പറ്റി പഠിച്ചപ്പോൾ കൂർഗ്, നിങ്ങൾ ഇനി പഠിക്കും ഇതൊക്കെ. സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു എന്നൊരു സംഭവമുണ്ട്. അതായത് ഒരു റിലീജിയൻ എന്താണ്, ഒരു പർട്ടിക്കുലർ താഴ്ന്ന റിലീജിയനിൽ പെടുന്ന ആളുകൾ ഉയർന്ന റിലീജിയനിലേക്ക് വരുമ്പോഴത്തേക്കും പഴയ തൻ്റെ റിലീജിയനിലെ കുറേ കാര്യങ്ങൾ കളയുകയും പുതിയ റിലീജിയനിലെ കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഇതിനെയാണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പം ഇത് ശ്രീനിവാസൻ എന്ന് പറഞ്ഞൊരു സോഷ്യൽ തിങ്കർ, സോഷ്യോളജിസ്റ്റ് ആണ് ഈ ഒരു ഐഡിയോളജി കൊണ്ടുവരുന്നത്. അതൊരു നമ്മുടെ കൂർഗ്, കർണാടക കൊടക് റീജിയനിലെ ഒരു ഗ്രൂപ്പ് ഓഫ് ട്രൈബാണ് കൂർഗ് എന്ന് പറയുന്നത്. അവരുടെ ഇടയ്ക്കാണ് ഈ ഒരു ഐഡിയോളജി. അപ്പോൾ അദ്ദേഹം ഒരുപാട് നാളുകളോളം അവരുടെ ഇടയ്ക്ക് പോയി താമസിച്ച് അവരെ പറ്റിയുള്ള ഡെപ്തിൽ പഠിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അവിടെ വേർസ്റ്റെഹൻ നടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ഐഡിയോളജി കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ ഒരു വേർസ്റ്റെഹൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് തന്ന ആളാണ് മാക്സ് വെബർ. മാക്സ് വെബർ പറയുന്നത് എന്ത് സോഷ്യോളജിക്കൽ കൺസെപ്റ്റ് നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ അതിന്റെ ഡെപ്തിൽ പഠിക്കണം. ആ മെത്തേഡാണ് വേർസ്റ്റെഹൻ. ഇപ്പോൾ വേർസ്റ്റെഹൻ എന്ന് പറഞ്ഞ ഐഡിയോളജി നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നുണ്ട്? സോഷ്യൽ സൈക്കോളജിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ സോഷ്യൽ കൺസെപ്റ്റ് തരുമ്പോൾ നമ്മളത് പുറത്തുനിന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് അവരങ്ങനെയാണ് ഇവരെങ്ങനെയാണെന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല. നമ്മൾ അവരുടെ ഉള്ളിലേക്ക് പോയി, നമ്മൾ അവരുടെ ഇടയ്ക്ക് പോയിട്ട് പഠിക്കേണ്ടി വരും. അതിനാണ് ഇൻസൈഡേഴ്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ സാധനങ്ങൾ എഴുതുക അല്ലെങ്കിൽ കൺസെപ്റ്റുകൾ പഠിക്കുക എന്ന് പറയുന്നത്. ഇൻസൈഡേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ, അതാണ് വേർസ്റ്റെഹൻ. അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ സിസ്റ്റമാറ്റിക്കലി ഗെയിൻ ആൻ ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സോഷ്യൽ വേൾഡ്. ഇപ്പൊ ശ്രീനിവാസൻ ഐഡിയോളജി എടുക്കുകയാണെങ്കിൽ കൂറുകളെ ചുമ്മാ നമുക്ക് പുറത്തുനിന്ന് കണ്ടിട്ട്, എങ്കിൽ നമ്മൾ ആൻഡമാൻ ഐലൻഡേഴ്സിന്റെ കാര്യം പറഞ്ഞു. ആൻഡമാൻ ഐലൻഡ് നമ്മൾ ഒരിക്കലും ഒരു വ്യക്തിക്ക് വേഗം കടന്നു ചെന്ന് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ഒരു സമൂഹമല്ല ആൻഡമാനിലുള്ള ട്രൈബുകൾ. ഇന്നും വളരെ സോഷ്യലി ഡിസ്റ്റന്റ് ആയിട്ട് താമസിക്കുന്ന ഒരാളുകളാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവർക്ക് ഇത്രയും ഡെവലപ്മെന്റ് ഉണ്ടായത് ഒന്നും അറിയത്തില്ല. അത്രയും ഡിസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വളരെ ഡിസ്റ്റന്റ് ആയിട്ട് താമസിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ട്രൈബുകളൊക്കെ ഉള്ളവരാണ് ആൻഡമാൻ ഐലൻഡുകൾ. അപ്പൊ അവരുടെ ഇടയ്ക്കൊക്കെ പോയി കാര്യങ്ങൾ പഠിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഒരു ഇൻസൈഡേഴ്സ് പോയിന്റ് ഓഫ് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ വെസ്റ്റെഹൻ മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് അവരുടെ ഇടയ്ക്ക് പോയി കാലങ്ങളോളം താമസിച്ച് ഒരു ഇൻഡെപ്ത് നോളജ് അവരെ പറ്റി എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവരും. അവിടെ നമുക്ക് ക്വാളിറ്റേറ്റീവ് മെത്തേഡും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡും ഉപയോഗിക്കാൻ പറ്റും. ഇതെല്ലാം നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സാധാരണ നമ്മൾ സയന്റിഫിക് മെത്തേഡുകൾ അല്ലെങ്കിൽ സയന്റിഫിക് ഐഡിയോളജികളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡുകൾ ഉപയോഗിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും എന്താണ്, അളന്നെടുക്കാൻ പറ്റുക, അളവ് കുറിച്ചെടുക്കാൻ പറ്റുന്ന മെത്തേഡാണ് ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് നമ്മൾ സോഷ്യോളജിയിൽ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സർവേകളാവാം, എക്സ്പെരിമെന്റുകൾ നടത്തുന്ന വഴിയാവാം, അല്ലെങ്കിൽ മറ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ ആവാം. സ്റ്റാറ്റിസ്റ്റിക്സ് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ കണക്കെടുക്കുന്നു, ആളുകളുടെ എണ്ണം എടുക്കുന്നു. ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കുകൾ എന്ന് പറയുന്നത്. ഇനി ക്വാളിറ്റേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഇൻഡെപ്ത് ഇന്റർവ്യൂകൾ നടത്താം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പ് എടുത്തിട്ട് ആ ഫോക്കസ് ഗ്രൂപ്പായിട്ട് അവരെ വെച്ചിട്ട് അവരൊരു ഡിസ്കഷൻ നടത്താം. ആ ഒരു പർട്ടിക്കുലർ കണ്ടന്റ് സോഴ്സ്, ഇപ്പോൾ നമ്മൾ ഇൻഫർമേഷൻ തരുന്ന ഒരു സോഴ്സ്, ആ സോഴ്സ് അയാളുമായി വളരെ ഒരു അടുത്ത റിലേഷൻ ഉണ്ടാക്കിയിട്ട് അവർ പറയുന്ന ഐഡിയോളജികൾ അല്ലെങ്കിൽ കാര്യങ്ങൾ നമുക്ക് അനലൈസ് ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള ക്വാളിറ്റേറ്റീവ് മെത്തേഡുകളും ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡുകളും നമ്മൾ എവിടെ ഉപയോഗിക്കുന്നുണ്ട്, സോഷ്യോളജിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതേ സാധനങ്ങൾ സോഷ്യൽ സൈക്കോളജിയിലും ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് എന്ത് ചെയ്യുന്നത്, സോഷ്യൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അതിൽ ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഐഡിയോളജിയാണ് മിഡിൽ റേഞ്ച് തിയറി. മിഡിൽ റേഞ്ച് തിയറി ശരിക്കും നമ്മൾ ഈ സോഷ്യോളജിയിലെ എംപെറിക്കൽ എൻക്വയറി നടത്താൻ വേണ്ടിയിട്ട്, എംപെറിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ, എംപെറിക്കൽ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്പേഴ്സ് എന്നുള്ള അർത്ഥമാണ്.
ഇപ്പം ഇവിടെ നിന്ന് ജംഗ്ഷൻ വരെ, എൻ്റെ വീട് മുതൽ ജംഗ്ഷൻ വരെ നമ്മൾ ഒരു ഊഹം ഒരു 2 കിലോമീറ്റർ കാണും എന്ന് പറയുന്നതും ശരിക്കും അളന്നിട്ട് ഇവിടുന്ന് അവിടെ വരെ 2.5 കിലോമീറ്റർ ഉണ്ട് എന്ന് ഞാൻ കൃത്യമായി പറയുന്നതിനെയാണ് എംപെരിക്കൽ എന്ന് പറയുന്നത്. അപ്പം അതേ ഐഡിയോളജികൾ നമ്മൾ എന്ത് ചെയ്യുക, സോഷ്യോളജി ഒരു റിലീജിയസ് കൺവേർഷൻ നടത്തിയ ആളുകളുടെ എണ്ണം ഏകദേശം ഒരു 1 ലക്ഷം വരും എന്ന് പറയാതെ കൃത്യമായി എത്ര പേര് റിലീജിയസ് കൺവേർഷൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള കൃത്യമായ കണക്ക് പറയുന്നതിനെയാണ് എംപെരിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോഷ്യോളജിയിലെ എംപെരിക്കൽ എൻക്വയറികൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് മിഡിൽ റേഞ്ച് തിയറി. ഇത് തന്നിരിക്കുന്നത് റോബർട്ട് കെ മേർട്ടൺ ആണ്. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ ഐഡിയോളജി മിഡിൽ റേഞ്ച് തിയറി നമുക്ക് എവിടെ ഉപയോഗിക്കാൻ പറ്റും? സോഷ്യൽ സൈക്കോളജിയിലും ഉപയോഗിക്കാൻ പറ്റും. കാരണം ഒരുപാട് സോഷ്യൽ ഫിനോമിനകൾ, ഡീലിമിറ്റഡ് ആസ്പെക്ട് ഉള്ള കുറെ സോഷ്യൽ ഫിനോമിനകളെ പറ്റി, സമൂഹത്തിൽ നടക്കുന്ന പല പല സംഭവങ്ങളെ പറ്റി പഠിക്കാൻ എന്തുപയോഗിക്കാം? മിഡിൽ റേഞ്ച് തിയറി ഉപയോഗിക്കാം. ഈ ഒരു തിയറി, മിഡിൽ റേഞ്ച് തിയറി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ജനറൽ തിയറികളുടെയും ഇന്റർമീഡിയറ്റ് ആണ്. ഒരുപാട് തിയറികളുടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന തിയറിയാണ് എന്തെന്ന് പറയുന്നത്? MRT എന്ന് പറയുന്നത്. MRT ഒരു ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് സൊസൈറ്റിയെ പറ്റി പഠിക്കാൻ, അല്ലെങ്കിൽ ഒരു ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് സൊസൈറ്റിയെ പറ്റി അനലൈസ് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു സൊസൈറ്റിയുടെ എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഒരു സൊസൈറ്റി എടുക്കുക, ഒരു സൊസൈറ്റി എന്ന് പറയുമ്പോൾ അതിന് പല എലമെന്റ്സ് ഉണ്ട്. ഒരു ഫാമിലി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ട്, സ്കൂളുണ്ട്, അങ്ങനെയുള്ള ഒരുപാട് എലമെന്റുകളുണ്ട്. ഈ എലമെന്റുകളെല്ലാം എന്ത് ചെയ്യുന്നു? പരസ്പരം ഇന്റർ റിലേറ്റ് ചെയ്യുന്നു, ഇന്റർഡിപെൻഡന്റ് ആണ്. ഒന്നിനും എന്ത് ചെയ്യാൻ പറ്റില്ല, സൊസൈറ്റിയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എല്ലാത്തിനും പരസ്പരം ഡിപ്പെൻഡന്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ ഇതിനെയാണ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് സൊസൈറ്റി എന്ന് പറയുന്ന കൺസെപ്റ്റ്. ഈ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് സൊസൈറ്റി എന്ന് വെച്ചാൽ ഓരോ സാധനങ്ങൾ എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് ഒരു കിഡ്നി എടുത്ത് മാറ്റി വെച്ചിട്ട് ഹ്യൂമൻ ബോഡി എന്ത് ചെയ്യില്ല, പഴയ പോലെ പ്രവർത്തിക്കില്ല. അപ്പോൾ ഓരോ ഓർഗനും എന്തുണ്ട്? അവരുടേതായ ഒരു ഇമ്പോർട്ടന്റ് ഫങ്ഷൻ ഉണ്ട്. അതുകൊണ്ട് ആ ഹോൾ ബോഡി എന്താണ്? ഒരു ഫങ്ഷണൽ യൂണിറ്റ് ആണെന്ന് പറയാം. അതേപോലെ ഒരു സൊസൈറ്റിയുടെ ഫങ്ഷണൽ യൂണിറ്റിയെ പറ്റി പഠിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? MRT ഉപയോഗിക്കാം. പക്ഷേ MRT നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത സൊസൈറ്റികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ കോംപ്ലക്സ് സൊസൈറ്റികൾ. സിമ്പിൾ സൊസൈറ്റികളിൽ വലിയ പ്രശ്നമില്ല. ഇപ്പം നമുക്കിപ്പോൾ നമ്മൾ വെസ്റ്റേൺ സൊസൈറ്റിയെ പറ്റി പഠിക്കുമ്പോൾ വലിയ പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രീനെ പറ്റി പഠിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ല. അതേസമയം ഇന്ത്യ പോലെ ഒരു കോംപ്ലക്സ് സൊസൈറ്റി, അല്ലെങ്കിൽ ഒരു ഹൈലി ഡിഫറൻഷിയേറ്റഡ് ആയ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇന്ത്യയിൽ നമുക്കറിയാം ഇഷ്ടംപോലെ റിലീജിയൻസ് ആൻഡ് സബ് കാസ്റ്റ് അങ്ങനെ പോകുന്നുണ്ട്. അതല്ലാതൊരു ഗ്രൂപ്പാണ് എയ്തിസ്റ്റ്, അതായത് വിശ്വാസം നിരീശ്വരവാദികൾ. അപ്പം ഇങ്ങനെ ഒരു റിലീജിയസ് ഡൈവേഴ്സിറ്റി കാണിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. റിലീജിയസ് പ്ലൂറാലിറ്റി കാണിക്കുന്ന കാര്യം. ഒരു പ്ലൂറൽ സൊസൈറ്റിയാണ് ഇന്ത്യ, പ്ലൂറലിസം എക്സിസ്റ്റ് ചെയ്യുന്ന സൊസൈറ്റിയാണ് ഇന്ത്യ. അതുകൊണ്ട് ഇങ്ങനെയുള്ള സൊസൈറ്റികളിൽ നമുക്ക് MRT ഉപയോഗിച്ച് പഠനം നടത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊക്കെ കോംപ്ലക്സ് സൊസൈറ്റികളാണ്. ഇവിടെ നമുക്ക് റിലീജിയൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രി എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ എല്ലാ ആളുകളും എന്തായിരിക്കാം? ഇതായിരിക്കാം, ക്രിസ്ത്യൻസ് ആയിരിക്കാം. വളരെ ചെറിയ ഗ്രൂപ്പ് ഓഫ് ആളുകൾ എയ്തിസ്റ്റ് ആയിരിക്കാം. അപ്പം നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. എല്ലാവരും എന്താണ്? ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് അവരൊരു യൂണിറ്റി കാണിക്കും, ഒരു യൂണിയൻ കാണിക്കും, എല്ലാവർക്കും ഒരു ഏകത്വം ഉണ്ടാവും. പക്ഷെ ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് ആളുകൾ ഹിന്ദു റിലീജിയൻ ആണ്, കുറച്ച് ആളുകൾ മുസ്ലിം റിലീജിയൻ ആണ്, കുറച്ച് ക്രിസ്ത്യൻസ് ഉണ്ട്, കുറച്ച് സിഖ് ഉണ്ട്, കുറച്ച് ബുദ്ധിസ്റ്റ് ഉണ്ട്, കുറച്ച് എയ്തിസ്റ്റ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പം ഒരു റിലീജിയൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇന്ത്യൻ സൊസൈറ്റിയിൽ ഒരു യൂണിറ്റിയേക്കാൾ ഡൈവേഴ്സിറ്റി കാണിക്കും. യൂണിറ്റിയേക്കാൾ ഇവരെ സ്പ്ലിറ്റ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഇവരെ ഡിവൈഡ് ചെയ്യുന്നതിലായിരിക്കും ചിലപ്പോൾ റിലീജിയൻ ഒരു ഇമ്പോർട്ടന്റ് പാർട്ട് പ്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്ലൂറൽ സൊസൈറ്റികൾ, കോംപ്ലക്സ് സൊസൈറ്റികൾ, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റഡ് സൊസൈറ്റികൾ പഠിക്കാൻ MRT പോലുള്ള തിയറികൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനി ഈ ഒരു തിയറി, അല്ലെങ്കിൽ ഈ ഫീൽഡ് തിയറി കേർട്ട് ലെവിൻ എന്ത് ചെയ്യുന്നുണ്ട്? MRT ഉപയോഗിച്ചൊരു ഫീൽഡ് തിയറി പഠനം നടത്തിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ കൺസെപ്റ്റ്. ഇനി പെർസ്പെക്റ്റീവ്സ്, ഇതോടെ ആകുമ്പോൾ തീരുമെന്ന് തോന്നുന്നു ചാപ്റ്റർ. പെർസ്പെക്റ്റീവ്സ് കൂടെ പഠിക്കുന്ന സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, സോഷ്യോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ സോഷ്യൽ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവുകൾ, സിംബോളിക് ഇന്ററാക്ഷനിസം. ഇത് ജോർജ് ഹെർബർട്ട് മീഡ് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജിയാണ് ഇന്ററാക്ഷനിസം എന്ന് പറയുന്നത്. ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, പരസ്പരം നമ്മൾ എന്ത് ചെയ്യുക? ഇന്ററാക്ട് ചെയ്യുക. ഈ ഇന്ററാക്ഷൻ നമ്മൾ ഏതൊരു വ്യക്തിയുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആദ്യത്തെ മെത്തേഡ് എന്താണ്? കമ്മ്യൂണിക്കേഷൻ, അതായത് നമ്മുടെ ലാംഗ്വേജ് ആണ്. ഇത് തന്നെയാണ് ഒരു മീനിങ് മേക്കിംഗ് പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്?
സിംബോളിക് ഇന്ററാക്ഷനിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയ ഒരു അനാലിസിസ് അദ്ദേഹം തന്നേക്കുന്ന അദ്ദേഹത്തിന്റെ ബുക്കാണ് മൈൻഡ്, സെൽഫ് ആൻഡ് സൊസൈറ്റി ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് എ സോഷ്യൽ ബിഹേവിയറിസ്റ്റ് എന്ന് പറഞ്ഞ മീഡിന്റെ വർക്കാണ്. അതിലാണ് അദ്ദേഹം ഈ ഒരു സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന് പറഞ്ഞ ഫുൾ ഐഡിയയെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽ അനാലിസിസ് കൊടുത്തിട്ടുണ്ട്. നമുക്കിപ്പം വലുതായിട്ടൊന്നും പഠിക്കണ്ട, ഇത്രേ ഉള്ളൂ. എന്ത് ചെയ്യുക, ഇന്ററാക്ഷനെ പറ്റിയാണ് പഠിക്കുന്നത്. ഇന്ററാക്ട് ചെയ്യുന്ന മെത്തേഡ് കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷനിൽ ഇമ്പോർട്ടൻറ്റ് ലാംഗ്വേജ് ആണ്. ലാംഗ്വേജ് വഴി എന്ത് ചെയ്യുക, മീനിങ് മേക്കിംഗ്. നമ്മളൊരു പറയുന്നതിന് ഒരു അർത്ഥം, ഒരു വാക്ക് ഞാൻ പറഞ്ഞാൽ ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് റിസീവ് ചെയ്യുന്ന ഒരു അർത്ഥം ഉണ്ടല്ലോ, അതാണ് മീനിങ് മേക്കിംഗ് പ്രോസസ്സ്. ഇത് ഇന്റർപേഴ്സണൽ റിലേഷനിൽ അല്ലെങ്കിൽ ഇന്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത്, സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന് പറയുന്നത്. അപ്പോൾ എർവിൻ ഗോഫ്മാൻ പറയുന്നത്, നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞ് ആദ്യമായിട്ടൊരു ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ കുട്ടിയുടെ ആദ്യത്തെ ഗ്രൂപ്പ് എന്താണ്, ഫാമിലിയാണ്. ആ ഫാമിലിയിലേക്ക് എൻ്റർ ചെയ്യുമ്പം കുഞ്ഞുങ്ങളെ അറിഞ്ഞൂടെ, നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അവർ ശ്രദ്ധിക്കും. അപ്പൊ അവർ ഓരോ വാക്ക് എന്ത് ചെയ്യാണ്, റിസീവ് ചെയ്യാണ്. ആ റിസീവ് ചെയ്തിട്ട് അവരതിനെ എന്ത് ചെയ്യും, അതിനൊരു അർത്ഥം കണ്ടെത്തും. ആ അർത്ഥത്തിൽ അവർ സംസാരിക്കും. അല്ലെങ്കിൽ അതേ വാക്ക് അവർ എന്ത് ചെയ്യും, നമ്മൾ പറയുന്ന വാക്കുകൾ അവർ റിപ്പീറ്റ് ചെയ്യും. ഇതാണ് ശരിക്കും നടക്കുന്നത്. അപ്പൊ ഗോഫ്മാൻ ഇത് തന്നെയാണ് പറയുന്നത്, ഏതൊരു ഇൻഡിവിജ്വലും ഒരു പർട്ടിക്കുലർ സോഷ്യൽ ഗ്രൂപ്പിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അവിടെ പറയുന്ന അല്ലെങ്കിൽ അവിടെ പറയപ്പെടുന്ന ലാംഗ്വേജ് കമ്മ്യൂണിക്കേറ്റീവ് മെത്തേഡ് അവർ റിസീവ് ചെയ്യുന്നു, അതിനൊരു മീനിങ് ഉണ്ടാക്കുന്നു, അവർ അതേ രീതിയിൽ എന്ത് ചെയ്യുന്നു, ബിഹേവിയർ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൻ്റെതായ ഒരു രീതിയിൽ പെരുമാറുന്നു. ഇത് തന്നെയാണ് സിംബോളിക് ഇന്ററാക്ഷനിസം എന്ന് പറയുന്നത്. കാരണം സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു വെബ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ആണ്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റേഴ്സ് ആവാം, ഞാനൊന്നും വാ കൊണ്ട് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ കൈ കൊണ്ട്, ഞാൻ ഈ കൈ കൊണ്ട് കാണിക്കുന്ന മെത്തേഡ്സ്, ഇതൊക്കെ എന്താണ്, ഇന്ററാക്റ്റീവ് മെത്തേഡുകളാണ്. ഇതിനെല്ലാം എന്തുണ്ട്, സൊസൈറ്റിയിൽ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വെബാണ്, അല്ലെങ്കിൽ